Yep. I said it before and I'll say it again. Life moves pretty fast. Hi everyone. Myself Rima Joseph. അപ്പം നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ വീഡിയോസ് ഒക്കെ ഇടുന്ന കണ്ടിട്ടുണ്ടാവും. സോ ഐ ബേസിക്കലി ഫോക്കസ് ഓൺ വാട്ട് ഐ സീ. ഞാൻ കാണുന്നതും ട്രാവൽ ചെയ്യുന്നതും അല്ലെങ്കിൽ കഴിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള സാധനങ്ങൾ എനിക്ക് ക്യാപ്ചർ ചെയ്ത് അതൊരു എസ്തറ്റിക് വീഡിയോ ആയിട്ട് എഡിറ്റ് ചെയ്യാനാണ് കൂടുതൽ ആഗ്രഹം. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, ഞാൻ എന്നെ കുറിച്ചിട്ട് ഐ ഡോണ്ട് തിങ്ക് എന്നെ സബ്സ്ക്രൈബ് ചെയ്ത ആളുകൾക്ക് അറിയുമോ. ഐ ഹാവൻ ഗിവൺ എ പ്രോപ്പർ ഇൻട്രോ മൈസെൽഫ്. ആൻഡ് അതേപോലെ തന്നെ ഐ തോട്ട് എന്റെ ലൈഫിൽ എനിക്ക് ഉണ്ടായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, റൈറ്റ് ഫ്രം മൈ എഡ്യൂക്കേഷൻ ടു മൈ കരിയർ, അത് ഞാൻ അതിന്റെ ഒരു സ്റ്റോറി പറയുമ്പോൾ അത് കുറച്ചെങ്കിലും പേർക്ക് അത് ഇൻസ്പിറേഷണൽ ആവും. ഇറ്റ് മൈറ്റ് മോട്ടിവേറ്റ് എ ഫ്യൂ പീപ്പിൾ എന്ന് എനിക്ക് തോന്നി. സോ ആ ഫ്യൂ പീപ്പിളിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇഫ് യു ലൈക്ക് മൈ വീഡിയോ ദെൻ ജസ്റ്റ് try to support me. നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, കോമെന്റ് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ ഞാൻ ഇന്ന് എന്റെ ഈ ഒരു എന്റെ ഒരു എഡ്യൂക്കേഷണൽ മുതൽ എന്റെ ഇപ്പം വന്ന് നിൽക്കുന്ന കരിയർ, എന്നെ പല പല ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉണ്ടായിട്ടുണ്ട്. അതില് എന്നെ ദൈവം കൊണ്ടെത്തിച്ചിട്ടുള്ള പൊസിഷൻസും അല്ലെങ്കിൽ സിറ്റുവേഷൻസിനൊക്കെ കുറിച്ചിട്ടുള്ള എക്സ്പീരിയൻസസ് ആണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ് സ്റ്റാർട്ട്. സോ ഞാൻ ക്വിക്ക് ആയിട്ട് എൻ്റെ സ്കൂളിങ്ങിനെ കുറിച്ചിട്ട് പറയാം. സോ ഐ ഡൺ മൈ പ്രൈമറി സ്കൂളിംഗ് ഇൻ അബുദാബി. എനിക്ക് 3 വയസ്സുള്ളപ്പം എൻ്റെ മമ്മി, ഞാനും എൻ്റെ ചേച്ചിയും കൂടിയിട്ട് ഞങ്ങള് അബുദാബി പോയി. പപ്പ വാസ് ഓൾറെഡി വർക്കിംഗ് ദർ. അപ്പം അവിടെ പോയി ഞാൻ മോഡൽ സ്കൂൾ അബുദാബി അവിടെ ജോയിൻ ചെയ്തു. അപ്പൊ ഞാൻ LKG മുതൽ 9th വരെ അവിടെയാണ് പഠിച്ചത്. ഇറ്റ് വാസ് എ റിയലി ഗുഡ് എക്സ്പീരിയൻസ്. എനിക്ക് ഒത്തിരി നല്ല ഫ്രണ്ട്ഷിപ്സ് ഉണ്ടായിട്ടുള്ള സ്ഥലമാണ്. കുറെ നൈസ് മെമ്മറീസ്. പിന്നെ എന്റെ തന്നെ ഒരു ഫ്രൂട്ട്ഫുൾ ചൈൽഡ്ഹുഡ്, ഫുൾ മെമ്മറീസ് ഞാൻ കണക്റ്റഡ് ആയിട്ട് ഇരിക്കുന്നത് അബുദാബി തന്നെയാണ്. ആൻഡ് പിന്നെ 9th എത്തിയപ്പം അവിടെ റിസീഷൻ ഒക്കെ വന്ന സമയത്ത് ഇറ്റ് വാസ് 2012. സോ അങ്ങനെ പപ്പയുടെ ജോബ് പോയപ്പം വി തോട്ട് നമ്മളെ ഫാമിലി ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം. സോ ഐ എം ബേസിക്കലി ഫ്രോം തൃശ്ശൂർ. അപ്പം ഇവിടെ വന്നിട്ട് നമുക്ക് വീടുണ്ട് ഇവിടെ ഓൾറെഡി. അപ്പം ഇവിടെ വന്നിട്ട് സെറ്റിൽ ചെയ്യാം, എഡ്യൂക്കേഷൻ ഒക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഇവിടെ വന്നു. എന്നെ പോളിക്രോസ് എന്ന് പറഞ്ഞ സ്കൂളിൽ ചേർത്തു. ആൻഡ് സോ ഞാൻ 10th അവിടെ വന്ന് ജോയിൻ ചെയ്യണത്. സോ യു ഗൈസ് നോ, ലൈക്ക് 10th നമ്മൾ ഒരു സ്കൂളിലോട്ട് പോകുമ്പം നമ്പർ ഓഫ് ഒരു പുതിയ സ്റ്റുഡന്റ് വരാനുള്ള ചാൻസസ് ആർ വെരി ലെസ്. അതേപോലെ ഈ സ്കൂളിൽ ഞാൻ ഒരാൾ മാത്രമാണ് 10th പുതിയതായിട്ട് വന്നത്. ആൻഡ് ഇറ്റ് വാസ് വെരി ടഫ് ഫോർ മീ. കാരണം ഞാൻ ഓൾറെഡി എനിക്ക് ഉണ്ടായിരുന്ന ഫ്രണ്ട്സിന്റെ പെട്ടെന്ന് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ ഒരു പുതിയ സ്ഥലത്തേക്ക് ഇടുമ്പോൾ ഉള്ള ഒരു ഡിഫിക്കൽട്ടി ഡെഫിനറ്റ്ലി എനിക്കുണ്ടായിരുന്നു. ഞാൻ ഭയങ്കര ആ ടൈമിൽ ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ട് ആയിരുന്നു. സോ ഇത്രയും ഓൾറെഡി സെറ്റ് ആയിരിക്കുന്ന ഒരു ക്ലാസ്സിലേക്ക് ഓൾറെഡി ദർ ആർ ഗാങ്സ് ഫോംഡ്. ഐ ഹാവ് ടു ഗോ ആൻഡ് ജെൽ ഇൻ ടു ഇറ്റ്. അപ്പം അത് എനിക്കൊരു വലിയ കൺസേൺ ആയിരുന്നു. അപ്പം പക്ഷെ ഇറ്റ് വാസ് എ പ്ലസന്റ് എക്സ്പീരിയൻസ്. എല്ലാവരും ഭയങ്കര വെൽക്കമിങ് ആയിരുന്നു. ഞാൻ 9th ഒക്കെ നന്നായി പഠിച്ചു. എനിക്ക് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് ഗുഡ്. ആൻഡ് അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് നാട്ടില് എല്ലാവരും 10th ഒക്കെ കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ മെജോറിറ്റി ഓഫ് ദ സ്റ്റുഡൻസ് ട്രൈ ടു ടേക്ക് എ ന്യൂ സ്കൂൾ ഫോർ ദ 11th and 12th. അപ്പം ഐ വാസ് ലൈക്ക് ഓക്കെ, എല്ലാ ഫ്രണ്ട്സ് ഒക്കെ വേറെ സ്കൂളിലേക്ക് പോകുന്നുണ്ട്. ഞാനിപ്പോ എന്ത് ചെയ്യും? ഓക്കെ, എന്നാ ഞാനും മാറുകയാണ്. ഇവിടെ ഐ വോണ്ട് ടു മേക്ക് ന്യൂ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടാണ് ഞാൻ പാരന്റ്സിനോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഓക്കെ. അങ്ങനെ ഞാൻ ഗുരുവായൂർ ദേവസ്വം CBSE സ്കൂളിലാണ് 11th 12th പഠിച്ചത്. അവിടെ ഞാൻ പോയി. അവിടെ എന്റെ ലൈഫ് ഒരു നെക്സ്റ്റ് ട്വിസ്റ്റ് എടുത്തു. It was so good that I got a bunch of friends and I lived my life to the fullest. It was so good. ഞാൻ ആദ്യമായിട്ട് ബസ്സിൽ ട്രാവൽ ചെയ്യാൻ തുടങ്ങി. ഞാൻ കുറച്ചും കൂടിയും അതിന് മുന്നേ വരെ ഇറ്റ്സ് ലൈക്ക് സ്ട്രിക്ട് പാരന്റിങ്, സ്കൂൾ വീട്. പക്ഷെ ഇത് ഐ സ്റ്റാർട്ടഡ് ഗോയിങ് ഔട്ട് വിത്ത് മൈ ഫ്രണ്ട്സ്. ഇപ്പം എന്തെങ്കിലും ഫുഡ് കഴിക്കാനോ കഫേക്കോ അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ വീട്ടിൽ കമ്പൈൻ സ്റ്റഡിയോ അങ്ങനെ കുറച്ചുകൂടി ഒരു എനിക്ക് ഓക്കെ നാട് ഇഷ്ടപ്പെടാൻ തുടങ്ങി. എനിക്ക് ഇവിടെയാണ് രസം, ടീച്ചേഴ്സും രസമാണ്, സ്റ്റുഡൻസും രസമാണ്, നമുക്ക് നമ്മുടേതായ ഒരു ഫ്രീഡം ഉണ്ട് എന്നൊക്കെ എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ബട്ട് മൈ എഡ്യൂക്കേഷൻ വാസ്
ടേക്കിംഗ് എ ബാക്ക് സ്റ്റെപ്പ് ഓർ സംതിങ്. കാരണം അക്കാഡമിക്കലി ഞാൻ കുറച്ച് പിന്നോട്ട് പോകാൻ തുടങ്ങി. ബിക്കോസ് മൈ യുനോ പഠിച്ചു പൊളിക്കുക എന്നുള്ളത് കൂടുതലായി, പഠിത്തം പിന്നോട്ടായി. അങ്ങനെ സോ മാത്സ് വാസ് ഓൾവേസ്, ഇറ്റ് വാസ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ. എനിക്ക് മാത്സ് ഭയങ്കര ഒരു എങ്ങനെയൊക്കെ പഠിച്ചാലും എനിക്ക് തല കയറാത്തൊരു സാധനമായിരുന്നു. അപ്പം ഹിന്ദിയും എനിക്ക് വലിയ ഇഷ്ടമില്ലാത്തൊരു സബ്ജക്റ്റ് ആയിരുന്നു. പക്ഷെ ഞാൻ എന്താ പറയുക 10th വന്നപ്പോൾ മലയാളമാണ് എടുത്തത്. പിന്നെ എൻ്റെ നിന്ന് ജീവിതത്തിൽ ഹിന്ദി പോയി. ബട്ട് മാത്സ് വാസ് സ്റ്റിൽ. അപ്പൊ ഞാൻ 12th മാത്സ് ഇങ്ങനെ കഷ്ടിച്ച് ഐ യൂസ് ടു പാസ്. ഐ വാസ് ഓൾവേസ് ഓൺ ദ വേർജ് ഓഫ് ലൈക്ക് പാസ് ഓർ ഫെയിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരുന്നു. അപ്പോ എനിക്കും ഭയങ്കര ടഫായിരുന്നു. അപ്പൊ എന്റെ മാത്സ് ടീച്ചർ എനിക്ക് ഇപ്പോഴും വൺസ് ഷീ ടോൾഡ് മീ ലൈക്ക് റീമ എന്താ ഉദ്ദേശിക്കുന്നത് 12th കഴിഞ്ഞ് എടുക്കുക? ഞാൻ പറഞ്ഞു എനിക്ക് എഞ്ചിനീയറിംഗ് എടുക്കണം എന്ന് ആഗ്രഹം. അപ്പൊ ഞാൻ ഒരു എന്താ പറയാ 9th മുതലേ ഐ വാസ് സെറ്റ് ദാറ്റ് ഐ വാണ്ട് ബി ആൻ എഞ്ചിനീയർ. ഞാൻ എഞ്ചിനീയറിംഗ് ആണ് പഠിക്കുക എന്നുള്ളൊരു ആ ഒരു ഫോക്കസും ഐ മീൻ അല്ലെങ്കിൽ ആ ഒരു ഓക്കെ എന്റെ ലൈഫിൽ ഞാൻ ഏത് പാത്താണ് ഹയർ എഡ്യൂക്കേഷൻ എടുക്കുക എന്നുള്ളൊരു സാധനം എന്റെ മനസ്സിൽ ഉണ്ടായിരുന്നു. താങ്ക്ഫുള്ളി ദർ ആർ പീപ്പിൾ ഹു are struggling to figure out which path they wanna take. അപ്പൊ ആ കാര്യത്തിൽ തന്നെ എനിക്ക് ഒരു ഫോക്കസ് ഉണ്ടായിരുന്നു. എനിക്ക് എഞ്ചിനീയറിംഗ് പഠിക്കണം എന്നുള്ളതുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് എഞ്ചിനീയറിംഗ് പഠിക്കണ്ടേ. അപ്പൊ ടീച്ചർ പറഞ്ഞു അതിൽ മാത്സ് ഉണ്ടെന്ന് റീമയ്ക്ക് അറിയുമോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മാത്സ് ഉണ്ടെന്ന് അറിയാം, പക്ഷെ അത് കുറച്ചുകൂടി എളുപ്പമുള്ള മാത്സ് ആണെന്ന് എനിക്കറിയാം. അപ്പം ടീച്ചർ പറഞ്ഞു നോ, who told you that 12th 11th ഒക്കെ പഠിക്കുന്നതിനേക്കാളും ടഫായ മാത്സ് ആണ് എഞ്ചിനീയറിംഗ് ഉണ്ടാവുക, ആൻഡ് യു വോണ്ട് ബി ഏബിൾ ടു ഡു ഇറ്റ്. ലൈക്ക് നിനക്ക് അവിടെ പോയി കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് പരാജയമായിരിക്കും. അങ്ങനത്തെ ഒരു ടോണും അങ്ങനത്തെ ഒരു വർത്താനം എന്നോട് പറഞ്ഞു. ഇറ്റ് ഫെൽറ്റ് സോ ബാഡ്. ഞാൻ വീട്ടിൽ പോയി ഞാൻ കുറെ ഡേയ്സും വീക്സും ഒക്കെ ഞാൻ ഇത് ചിന്തിച്ചുകൊണ്ടിരുന്നു. ഓക്കെ സോ ഞാൻ ഇനിയിപ്പം എഞ്ചിനീയറിംഗ് എടുത്താൽ വിൽ ബി എ ബിഗ് ഫെയിലിയർ ഓർ എനിക്കത് ചെയ്യാൻ പറ്റാണ്ടാവൂ. അപ്പൊ ഞാൻ എനിക്ക് ഒരു പ്ലാൻ ബി ഇല്ല. ഐ ഓൾവേസ് തിങ്ക് ഓക്കെ ഇറ്റ്സ് എഞ്ചിനീയറിംഗ് ഓർ ഐ ഡോണ്ട് നോ, ഇതാണ് എന്റെ ഒരു സാധനം. അങ്ങനെ ഞാൻ വിചാരിച്ചോണ്ടിരുന്നത്. അങ്ങനെ 12th ബോർഡ് എക്സാം റിസൾട്ട്സ് വന്നു. സോ എക്സാംസ് എഴുതിയപ്പം മാത്സ് വാസ് ദ ടഫസ്റ്റ് എക്സാം എവർ. അത് ആ ടൈമിൽ ഇറ്റ് വാസ് 2015 CBSE ബോർഡ് എക്സാമിനെ കുറിച്ച് ഞാൻ പറയുന്നത്. അപ്പൊ അപ്പത്തെ മാത്സ് പേപ്പർ വാസ് റിയലി ടഫ് ആൻഡ് ദോസ് ലോട്ട് ഓഫ് ഔട്ട് ഓഫ് സിലബസ്. ന്യൂസിലൊക്കെ വന്നിരുന്നു അങ്ങനെ ലീനിയന്റ് ആയിട്ടാണ് മാർക്കിംഗ് ഒക്കെ തരിക അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ന്യൂസിൽ. ബട്ട് ഐ വാസ് ലൈക്ക് ലീനിയന്റ് ആണെങ്കിലും പാസ്സാക്കി തരുമോ ടീച്ചേഴ്സ്? അങ്ങനെയൊക്കെയാണ് ഞാൻ ചിന്തിച്ചത്. ഞാൻ വീട്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ടഫാണ്, പാസ്സാവുമെന്ന് പോലും അറിയില്ല. അപ്പൊ എല്ലാരും ആ കാര്യം ആലോചിച്ച് ടെൻഷൻ തന്നെയായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. റിസൾട്ട് വന്നു and I scored the lowest percentage I think in my whole family. I got 64%, 63.6, 64%. ഞാൻ കണ്ടു ഓക്കെ ഒരു മിനിറ്റ് ഐ വാസ് ലൈക്ക് ഷോ. പിന്നെ ഐ വാസ് ലൈക്ക് ഓക്കെ ഫൈൻ, പാസ്സായല്ലോ, ദൈവത്തിന് നന്ദി. എന്റെ പാരന്റ്സ് കുറച്ച് ഡിസപ്പോയിന്റഡ് ആയിരുന്നു. പിന്നെ റിലേറ്റീവ്സിനോടൊക്കെ ഇത് പറയാന്ന് പറയുമ്പോൾ അവരുടെ അവസ്ഥ നമുക്കറിയാലോ. അങ്ങനെ ഞാൻ എന്റെ ഫ്രണ്ട്സിനോട് ചോദിച്ചു ഓക്കെ. അപ്പൊ എന്റെ ബഡീസ് വാസ് ലൈക്ക് അവരെല്ലാരും ആ ഒരു ലൈക്ക് നമ്മളുടെ ഒരു ഗ്യാങ് ഓൾമോസ്റ്റ് ദേ ആർ ഓൺ ലൈക്ക് ഒരു ആവറേജ് കൈൻഡ് ഓഫ് ഒരു 65 to 70 അങ്ങനത്തെ റേഞ്ച്. പക്ഷെ എനിക്ക് തോന്നുന്നത് എനിക്കാണ് ഏറ്റവും കുറവ് പെർസെന്റേജ് എന്നാണ് എന്റെ ഓർമ്മയിൽ. ഐ ഡോണ്ട് പ്രോപ്പർലി റിമെമ്പർ. അപ്പം അങ്ങനെ റിസൾട്ട് വന്നു. നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ടു ഗെറ്റ് ഇൻ ടു എ കോളേജ്. സോ നോ ഡൗട്ട് എഞ്ചിനീയറിംഗ് കോളേജ്. അല്ലാണ്ട് ഇപ്പൊ എന്താ എന്റെ മനസ്സിൽ ഇറ്റ്സ് ലൈക്ക് എഞ്ചിനീയറിംഗ്. ഞാൻ പോയി. ഞാൻ കുറച്ച് കോളേജസ് റിസർച്ച് ചെയ്തു. ഞാൻ ജ്യോതി കോളേജ് തൃശ്ശൂർ അങ്ങനെയല്ല തോന്നുന്നു അവിടെ പോയി. അപ്പൊ ഞാൻ അഡ്മിഷനോ എന്തോ അപ്പോയിന്റ്മെന്റ് സംതിങ് ഐ ടുക്ക് ഓൺലൈൻ ആൻഡ് ഐ വെന്റ് ദേർ. അപ്പൊ എന്റെ പപ്പ ആ ടൈമില് അബുദാബിയിലാണ്. അപ്പൊ ഞാനും മമ്മിയും ചേച്ചിയും അനിയത്തിയും പിന്നെ ഞങ്ങളുടെ അങ്കിളും ഉണ്ട്. അപ്പൊ പുള്ളിക്കാരനായിട്ട് വി വെന്റ് ദേർ. അങ്ങനെ ആപ്ലിക്കേഷൻ ഫോം ഒക്കെ കിട്ടും. അത് കഴിയുമ്പോൾ അവർ പറഞ്ഞു പ്രിൻസിപ്പളിനെ പോയി മീറ്റ് ചെയ്യാൻ പറഞ്ഞു. ആൻഡ് that particular incident, yeah, it shook me so hard that എനിക്കൊരു റിയലൈസേഷൻ നമുക്ക് വന്നു. ഓക്കെ ഞാൻ പ്രിൻസിപ്പളിന്റെ റൂമിലോട്ട് കയറി. ലുക്സ് ലൈക്ക് എ വെരി സ്ട്രിക്റ്റ് ആൻഡ് കുറച്ച് സ്റ്റബേൺ ആയ ഒരു പ്രീസ്റ്റ് ആണ്
കണ്ടപ്പോ എനിക്ക് മനസ്സിലായിരുന്നു മാർക്ക് ഒരു പ്രശ്നമാവും ഡെഫിനറ്റ്ലി, കാരണം അത്ര ഒരു പ്ലസന്റ് ഫേസ് അല്ല. അങ്ങനെ ഹി സ്റ്റാർട്ടഡ് സെയിങ് ദാറ്റ് മാർക്സ് ഭയങ്കര കുറവാണ്, സോ പ്രശ്നമായിരിക്കും. ആൻഡ് പുള്ളിക്കാരൻ പറഞ്ഞു PGM പെർസെന്റേജ് ഒക്കെ എടുക്കുമ്പോൾ റീമയ്ക്ക് അത് ഈ കോളേജിൽ ഒരു പ്രശ്നമാണത്, റീമയ്ക്ക് ഈ കോളേജിൽ അഡ്മിഷൻ കിട്ടില്ല. അപ്പൊ ഞാനിങ്ങനെ ഓക്കെ, ഞാൻ അങ്ങനെ സ്റ്റക്കായി നിൽക്കുകയാണ്, ഒരു എക്സ്പ്രഷനും ഇല്ല എൻ്റെ മുഖത്ത്. അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു പക്ഷെ റീമയ്ക്ക് ഈ കോളേജിൽ നിന്നല്ല കേരളത്തിൽ ഒരു കോളേജിലും കിട്ടും എന്ന് എനിക്ക് തോന്നുന്നില്ല ഈ മാർക്ക് വെച്ചിട്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ ഓക്കെ, സോ വാട്ട് ആർ യു സേയിങ്, ഞാൻ ഇനിയിപ്പം വീട്ടിലിരിക്കണോ പഠിക്കണോ എന്താ എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് സൈഡിലേക്ക് നോക്കി, മമ്മിയുടെ മുഖത്തേക്ക് ഒന്ന് നോക്കിയപ്പം മമ്മി തല ഇച്ചിരി താഴ്ത്തി ഇങ്ങനെ അഷേംഡ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ അത് കണ്ടപ്പം ഐ ഫെൽറ്റ് സോ ബാഡ്, ലൈക്ക് ഇറ്റ്സ് ലൈക്ക് എന്റെ ഒരു പ്രശ്നമാണ്, ഞാൻ മരിക്ക് പഠിച്ചിരുന്നെങ്കിൽ ദിസ് സിറ്റുവേഷൻ വുഡന്റ് ഹാപ്പൻ. എനിക്ക് ഭയങ്കര വിഷമമായി തുടങ്ങി, കാരണം ഞാൻ എപ്പോഴും എന്റെ പാരന്റ്സ് എന്നെ കുറിച്ച് പ്രൗഡ് ആയിരിക്കണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അപ്പം ഞാൻ കാരണം മമ്മി ഹെഡ് താഴ്ത്തി നിൽക്കുന്നത് കണ്ടപ്പം എനിക്കത് സഹിക്കാൻ പറ്റില്ല. ഐ സ്റ്റാർട്ടഡ് ക്രൈയിങ്, എന്റെ കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരാൻ തുടങ്ങി, ഞാൻ അപ്പൊ തന്നെ തുടച്ചു. അപ്പൊ ഈ അച്ഛൻ പറഞ്ഞു ഓക്കെ ഡു വൺ തിങ് റീമ, CBSE അല്ലേ, റൈറ്റ് എ കമ്പാർട്ട്മെന്റ് എക്സാം ഫോർ മാത്സ് ആൻഡ് നെക്സ്റ്റ് ഇയർ യു കം ടു ദ സെയിം കോളേജ്, ഐ ഗിവ് യു അഡ്മിഷൻ. ഞാൻ എന്റെ മൈൻഡിൽ പോണ തോട്ട് ഇസ് വാട്ട് ഈസ് ദിസ് ഡ്യൂഡ് സേയിങ്, ഞാൻ ഇനിയും പഠിക്കാനോ ഒരു വർഷം, അതും മാത്സ് എങ്ങനെയോ പഠിച്ച് ഞാൻ ചാപ്റ്റർ ക്ലോസ് ചെയ്ത കാര്യം ഇനിയും ഞാൻ ഒരു വട്ടം പഠിക്കാന്ന് പറയുന്നത് ഇസ് ലൈക്ക് ഗിവിംഗ് മീ എ ബിഗ് ടൈം ഹാർട്ട് അറ്റാക്ക്. ഞാൻ വിചാരിച്ചു എന്റെ അമ്മ ഞാൻ എന്താ ലൈക്ക് ഞാൻ ഈ മാർക്സ് ഇത്രയും വലിയൊരു ഇഷ്യൂ ആണ് എനിക്ക് ആ ഒരു മൊമെന്റിലാണ് ഞാൻ റിയലൈസ് പോലും ചെയ്യുന്നത്. അതുവരെ ഐ തോട്ട് ലൈക്ക് ഞാൻ ഇപ്പൊ എഞ്ചിനീയറിംഗ് കോളേജ് പഠിക്കാൻ തീരുമാനിച്ചു, ഐ ക്യാൻ ഡു ഇറ്റ് എന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പൊ എനിക്ക് മനസ്സിലായി ഓക്കെ ദിസ് ഇസ് എ ബ്ലോക്കേജ്. അങ്ങനെ ഞാൻ നല്ല വിഷമിച്ചു. എനിക്ക് അത് കഴിഞ്ഞ് ഞാൻ പുള്ളിക്കാരൻ പറഞ്ഞു ഓക്കെ റിമ ഗുഡ് ലക്ക് വിത്ത് യുവർ ഫ്യൂച്ചർ. എന്നിട്ട് അവിടുന്ന് ആ ഒരു ഫ്ലോറിൽ നിന്ന് ഞാൻ താഴത്തെ സ്റ്റെപ്പിലോട്ട് ഇറങ്ങി വണ്ടിയിൽ കയറുന്ന വരെ എനിക്ക് കരച്ചിൽ നിർത്താൻ പറ്റുന്നില്ല. കാൺ കൺട്രോൾ മൈ ഇമോഷൻ. ഐ സ്റ്റാർട്ടഡ് ലൈക്ക് തേങ്ങി ഞാൻ കരയാണ്. ഞാൻ വണ്ടിയിലിരുന്ന് നമ്മൾ പോണ വഴി ഈ അങ്കിള് പറഞ്ഞു ഡു വൺ തിങ്, ഇപ്പം എന്തായാലും എഞ്ചിനീയറിംഗ് കിട്ടില്ല എന്ന് നമുക്കൊരു കൺഫ്യൂഷൻ കിട്ടി, സോ ലെറ്റ്സ് ഗോ ടു ഇരിഞ്ഞാലക്കുട, അത് അടുത്താണ്, ക്രൈസ്റ്റ് കോളേജ് ഉണ്ട് അവിടെ, നമുക്ക് അവിടെ എന്തെങ്കിലും ഡിഗ്രി നോർമൽ 3 ഇയർ ഡിഗ്രി നോക്കാം. അപ്പൊ എനിക്കിതെല്ലാം കൂടി എടുക്കാൻ പറ്റുന്നില്ല, ബിക്കോസ് ഫസ്റ്റ് തിങ് എനിക്ക് എഞ്ചിനീയറിംഗ് കിട്ടില്ല എന്ന് മനസ്സിലായി. ഐ ഹാവ് ടു ചൂസ് എ നോർമൽ ഡിഗ്രി വിച്ച് അതിനെ കുറിച്ച് ഞാൻ തോട്ട് കൊടുത്തിട്ടില്ല, സോ എനിക്ക് അതിനെ കുറിച്ച് ഒന്നും അറിയില്ല. അപ്പൊ ഞാൻ എങ്ങനെ പെട്ടെന്ന് ജസ്റ്റ് ഇരുന്ന് പെട്ടെന്ന് എങ്ങനെ എന്റെ ജീവിതം ഞാൻ ഡിസൈഡ് ചെയ്യാ. അപ്പൊ എനിക്ക് ആകെ ടെൻഷനും സ്ട്രെസ്സൊക്കെ ആയി തുടങ്ങി. എനിക്ക് ഓർമ്മയില്ല അന്ന് തന്നെയാണോ ഞങ്ങൾ ആ കോളേജിൽ പോയി അതോ വീട്ടിൽ വന്നിട്ട് വേറെ ദിവസമാണോ പോയെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ വെരി വെരി സൂൺ യു വെന്റ് ടു ദാറ്റ് കോളേജ് ആൻഡ് അവിടെ BCAക്ക് നമ്മൾ രജിസ്റ്റർ ചെയ്തു. രജിസ്ട്രേഷൻ ഫീ ഒക്കെ ഉണ്ടായിരുന്നു, ഒരു ഫോം ഒക്കെ ഫിൽ ചെയ്തു. അപ്പൊ ദേ ടോൾഡ് ഇത് ഇത്ര ടൈം എടുക്കും, അലോട്ട്മെന്റ് അങ്ങനെ എന്തോ ഒരു ഇതാണ്. അങ്ങനെ വീട്ടിൽ വന്നു. എന്താണ് സെന്റ് മേരീസ് തൃശ്ശൂരിലും ഞാൻ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്തു. പക്ഷെ ഞാൻ ഉള്ളിൽ ഭയങ്കര വിഷമിച്ചിട്ടിരിക്കുന്നത്. ഈവൻ ദോ ഐ എം അപ്ലൈയിങ് ഫോർ കോളേജ് ഐ എം നോട്ട് ഈവൻ ഹാപ്പി, ബിക്കോസ് ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യമല്ല ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഐ ഫെൽ സോ സാഡ്. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും, ദൈവമേ ഐ നോ ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്, പക്ഷെ ജസ്റ്റ് ഗീവ് മീ നോ. എനിക്ക് അറിയില്ല ഇത് എനിക്ക് ഈ കോളേജിൽ പോയാൽ എന്തായിരിക്കും എന്റെ ഫ്യൂച്ചർ, എനിക്കൊന്നും അറിയില്ല. അങ്ങനെ ഇരിക്കുമ്പം മിറാക്കിൾ ഹാപ്പൻഡ് ഇൻ മൈ ലൈഫ്. സോ വളരെ കോയിൻസിഡൻഷ്യൽ ആയിട്ട് ഒരു ആള് നമ്മളെ വന്ന് ഹെൽപ്പ് ചെയ്തു സിറ്റുവേഷൻ. എന്റെ മമ്മി ഇങ്ങനെ ചേർച്ചിൽ പോയി വരുന്ന സമയത്ത് ഞങ്ങളുടെ നെയ്ബർ ആന്റി പുള്ളിക്കാരത്തി റാൻഡമായിട്ട് ചോദിച്ചു ഓക്കെ റീമ എന്തായി, അഡ്മിഷൻ എന്തായി. സോ മമ്മി പറഞ്ഞു അവൾക്ക് എഞ്ചിനീയറിംഗ് ആയിരുന്നു താല്പര്യം, പക്ഷെ അത് കിട്ടില്ല, ഇപ്പൊ നമ്മള് ഡിഗ്രി BCA ആണ് ട്രൈ ചെയ്യണത്. സോ ഷീ വാസ് ലൈക്ക് ഓക്കെ, അപ്പൊ മാർക്ക് കുറവാണ് ഒക്കെ പറഞ്ഞു. അപ്പം ആന്റി പറഞ്ഞു ഒരു കാര്യം ചെയ്യേ, ആ ആന്റിയുടെ മോൻ പഠിക്കുന്നത് ഒരു എഞ്ചിനീയറിംഗ് കോളേജിലാണ്. സോ പറഞ്ഞു മാർക്സ് അവനൊന്ന് പോയി അഡ്മിഷൻ ഓഫീസിൽ ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. സോ ഞാനിതെല്ലാം അയച്ചു കൊടുത്തു. ആ ചേട്ടൻ നെക്സ്റ്റ് ഡേ തന്നെ പോയിട്ട് അഡ്മിഷൻ ഓഫീസിൽ പോയി ചോദിച്ചു. they told it's okay, അവരോട് വരാൻ പറ, വിൽ ടോക്ക് അബൌട്ട് ദ അഡ്മിഷൻ ആൻഡ് ഓൾ. അങ്ങനെ വി വെന്റ് there. അപ്പൊ ഞാൻ പോകുമ്പോഴും ഐ വാസ് വെരി ഹോപ്പ്ലെസ്, ബിക്കോസ് എനിക്കറിയാം മേ ബി ഒരു റൗണ്ട് നാണം കെടുന്ന സെഷനിക്കാണോ ഞാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. കാരണം എന്റെ മൈൻഡിൽ ഇതൊരു ക്ലോസ്ഡ് കാര്യമാണ്, എനിക്കിനി ഈ ഒരു ആഗ്രഹം നടക്കില്ല എന്നൊരു ഇതിലാണ്. ഞാൻ അവിടെ പോയി. അപ്പം അവരെന്നെ മാർക്ക് നോക്കി. അവർ പറഞ്ഞു കീം എഴുതിയിട്ടുണ്ടോ? അപ്പൊ ഞാൻ എഴുതിയിട്ടുണ്ട്. വലിയ റാങ്ക് ഒന്നും ഇല്ല, പക്ഷെ
ഉള്ള റാങ്കിൽ ഒരു റാങ്ക് ഉണ്ട്. അപ്പോ അതേപോലെ തന്നെ ഹി ആസ്ക് മീ 11th മാത്സിൽ എങ്ങനെയാ മാർക്ക്. അപ്പൊ 11th മാത്സിൽ അത്യാവശ്യം മാർക്ക് ഉണ്ട്. I told okay. അപ്പൊ ഞങ്ങൾ ഈ ഐ ഡോണ്ട് നോ ലൈക്ക് മേ ബി ദസ് എ വേ ഈ എൻട്രൻസും 11th ഒക്കെ വെച്ചിട്ട് ഒരു കോമ്പിനേഷൻ ചെയ്തിട്ട് എനിക്ക് അറിയില്ല എന്താണ് അവർ എക്സാക്ട്ലി ചെയ്തത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോഴും അറിയില്ല. ഐ ബിലീവ് ഇറ്റ്സ് എ മിറാക്കിൾ ആൻഡ് ലെറ്റ് ഇറ്റ് ബി. എനിക്ക് അതിന്റെ എക്സ്പ്ലനേഷൻ ഒന്നും സത്യം പറഞ്ഞാൽ ഇപ്പോഴും അറിയില്ല. അപ്പം അവരെന്നോട് പറഞ്ഞു മാനേജ്മെന്റ് കോട്ടയില് റീമേക്ക് സീറ്റ് തരാം, അപ്പം ഫീ പേ ചെയ്തോളൂ. ഓക്കെ. സോ മാനേജ്മെന്റ് കോട്ട എന്ന് പറയുമ്പോഴും ഇറ്റ്സ് നോട്ട് ലൈക്ക് 2-3 lakhs or something. പക്ഷെ ബിലോ 1 lakh ആയിരുന്നു. നമ്മളത് പേ ചെയ്തു. ടോൾഡ് മീ സീറ്റ് ഓക്കെയാണ്. ഞാൻ ഇപ്പോഴും എനിക്ക് അതിശയം ലൈക്ക് വാട്ട് ജസ്റ്റ് ഹാപ്പൻഡ്. അന്ന് തന്നെ ഞാൻ വീട്ടിൽ വന്നിട്ട് നോക്കുമ്പം എനിക്ക് ക്രൈസ്റ്റ് കോളേജിലും സെന്റ് മേരീസിലും എന്താ പറയാ അഡ്മിഷൻ ഇൻ ദ സെൻസ് രജിസ്ട്രേഷൻ അപ്രൂവ്ഡ് ആയിട്ട് അവര് വന്ന് ഫീ അടച്ച സീറ്റ് കിട്ടും എന്ന രീതിയിൽ അവിടെയും അപ്ഡേറ്റ് വന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു ദിവസം കൊണ്ട് ലൈക്ക് എനിക്ക് ഒന്നുമില്ല എന്ന് വിചാരിച്ചത് എനിക്ക് ഒരു ദിവസം കൊണ്ട് ലൈക്ക് ഐ ഗോട്ട് ലോട്ട് ഓഫ് പോസിറ്റീവ് ന്യൂസ്. എനിക്കിനി ചൂസ് ചെയ്യുന്നത് എന്താ വേണ്ടെന്ന്. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു. ഐ ഫെൽ സോ ഹാപ്പി. സോ ആ മൊമെന്റിലാണ് ലൈഫിൽ എനിക്ക് മനസ്സിലായി ഓക്കെ ദൈവം ചില സമയത്ത് ഒരാളുടെ രൂപത്തിൽ വന്നിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. സോ ഓൾ വി ഹാവ് ടു ഡു ഇസ് ദാറ്റ് നമ്മളുടെ ആ ഒരു ഡ്രീമിനെ സ്ട്രോങ് ആയിട്ട് ബിലീവ് ചെയ്തുകൊണ്ടിരിക്കുക. ഇറ്റ് വിൽ ഹാപ്പൻ വൺ ഡേ. അതിന്റെ ഒരു റൈറ്റ് ടൈം എത്തുമ്പോൾ അതിനൊരു കംപ്ലീഷൻ വരും. അല്ലാണ്ട് നമ്മള് ഡിമാൻഡ് ചെയ്യുന്ന സമയത്ത് മേ ബി നമ്മൾക്ക് ആഗ്രഹിച്ച കാര്യം കിട്ടണം എന്നില്ല. പക്ഷെ ഇവൻച്വലി ഇഫ് ഇറ്റ്സ് മെന്റ് ഫോർ യു ഇറ്റ് വിൽ ഹാപ്പൻ. അങ്ങനെ ഞാൻ ഈ എഞ്ചിനീയറിംഗ് കോളേജ് 4 വർഷം പഠിച്ചു. ഇറ്റ് വാസ് എ ബെസ്റ്റ് എക്സ്പീരിയൻസ് ഇൻ മൈ ലൈഫ്. 4 വർഷം കടന്നു പോയിന്ന് അറിഞ്ഞില്ല. നന്നായി പഠിക്കാൻ പറ്റി. ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ വന്നതിന് ശേഷം സെമ്മിലും ദിവസം മാത്സ് സബ്ജക്ട് ഇറ്റ് യൂസ് ടു ബി ലൈക്ക് മൈ ഫേവറേറ്റ് സബ്ജക്ട്. എനിക്ക് മാത്സ് എന്ന് പറഞ്ഞ കാൽക്കുലസ്, ലീനിയർ, ഐ ഡോണ്ട് റിമെമ്പർ ദ നെയിംസ് എക്സാക്ട്ലി. പക്ഷെ എനിക്ക് എല്ലാ മാത്സ് സബ്ജക്ട്സും നന്നായിട്ട് പാസ് ആവാൻ പറ്റി. ആ എഞ്ചിനീയറിംഗ് ചൂസ് ചെയ്തതും എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയാലും എല്ലാത്തിലും ഐ എം സോ ഗ്രേറ്റ്ഫുൾ. അത് കഴിഞ്ഞു. ഓക്കെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ഗെറ്റിംഗ് എ ജോബ് റൈറ്റ്. അപ്പം 3rd year മുതലേ എന്റെ മനസ്സിൽ ഇറ്റ്സ് ലൈക്ക് എനിക്ക് എന്തായാലും ഐ നീഡ് ടു ഗെറ്റ് എംപ്ലോയിഡ് റൈറ്റ് ആഫ്റ്റർ മൈ കോഴ്സ്. കാരണം അങ്ങനെ ലാഗ് ഒന്നും വരാൻ പാടില്ല. അപ്പൊ ഞാൻ 3rd year മുതലേ ഐ യൂസ് ടു സ്റ്റാർട്ട് ചെക്കിംഗ് ഫോർ ജോബ്സ്. എന്തൊക്കെ ചെയ്യാം, ഇന്റേൺഷിപ്പ്, എന്തൊക്കെ സ്കില്ല് പഠിക്കണം. അങ്ങനെ ഭയങ്കര ഒരു ഉള്ളിൽ ജോലി കിട്ടാനുള്ള ഒരു ആഗ്രഹം ഭയങ്കരമായിരുന്നു. അപ്പൊ ഇതിനിടയ്ക്ക് എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട്, അപ്പൊ ഞങ്ങൾ രണ്ടുപേർക്കും ഞങ്ങൾക്ക് ഏൺ ചെയ്യണം അങ്ങനത്തെ ഒക്കെ ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു. അപ്പം വി യൂസ് ടു സേ ലൈക്ക് ഓക്കെ നമുക്ക് എന്തെങ്കിലും ഇൻസ്റ്റാഗ്രാം സ്റ്റോർ തുടങ്ങാം, ഞങ്ങള് ഡ്രീം ക്യാച്ചർ, ബോട്ടിൽ ആർട്ട് ഒക്കെ ചെയ്യും. സോ ഷുഡ് ബി ലൈക്ക് സെൽ ആർ പ്രോഡക്ട്സ് ആൻഡ് പീപ്പിൾ മേടിക്കുന്നു, നമ്മളത് കുറച്ചും കൂടി ബിസിനസ് ഇംപ്രൂവ് ചെയ്തു. ഇങ്ങനെയൊക്കെ ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര അംബീഷ്യസ് ആയിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അപ്പം ഓഫ് കോഴ്സ് ഞങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലുള്ള എല്ലാവരും we used to be so ambitious. നമുക്ക് ജോബ് വേണം അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു. അങ്ങനെ നമുക്ക് അധികം അങ്ങനെ ഓഫ് ക്യാമ്പസ് ഓൺ ക്യാമ്പസ് അങ്ങനെ ഒത്തിരി ഒന്നും ഉണ്ടായിരുന്നില്ല. ദാറ്റ് വാസ് ജസ്റ്റ് ലൈക്ക് വൺ കമ്പനി, സദർലാൻഡ് പറഞ്ഞിട്ടൊരു കമ്പനി ആയിരുന്നു. അതും നമുക്ക് ടെക് പൊസിഷൻ ആയിരുന്നില്ല. ഇറ്റ് വാസ് എ വോയിസ് പ്രോസസ്, നോൺ IT വോയിസ് പ്രോസസ് എന്നൊക്കെ പറഞ്ഞിട്ട് സപ്പോർട്ട് പ്രൊഫൈലാണ്. അങ്ങനെ അവര് വന്നു. അപ്പൊ നമ്മുടെ കോളേജിൽ നിന്ന് ഓൺ ക്യാമ്പസ് സെലക്ട് ആയാല് ഐ വാസ് ഓൾസോ ദർ. പക്ഷെ എനിക്കത് ഐ വാസ് ഹാപ്പി ദാറ്റ് എന്തോ 1-2 റൗണ്ട് നമ്മളോട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് അത് ഐ ഗോട്ട് ദ ഓഫർ. പക്ഷെ ഐ വാസ് നോട്ട് റെഡി ടു ജോയിൻ ഫോർ ഇറ്റ്. പക്ഷെ കാരണം ഐ വാസ് തിങ്കിങ് എനിക്ക് IT തന്നെ ഒരു ജോബ് വേണം. ഈ ജോബ് കിട്ടിയാൽ ഡെഫിനറ്റ്ലി അതെനിക്ക് അക്കംപ്ലിഷ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്റെ ഉള്ളിൽ ഇറ്റ് വാസ് ലൈക്ക് ഇനിയിപ്പോ ഒന്നും കിട്ടിയില്ലെങ്കിൽ ഐ ഹാവ് എ ഓഫർ വിത്ത് മീ. പക്ഷെ സോ ഐ വാണ്ടഡ് ദ ടെക് ജോബ്. അപ്പൊ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഞാൻ 4th year ഒക്കെ ആ കോവിഡ് വന്ന ടൈം ആയിരുന്നു. അപ്പൊ 4th yearന്റെ ഒരു ബാക്കി ഹാഫ് വാസ് ഓൺലൈൻ. ഞാൻ ആ സമയത്തൊക്കെ ഞാനിങ്ങനെ ഇന്റേൺഷിപ്സ് അപ്ലൈ ചെയ്യായിരുന്നു. അപ്പൊ internship.com ഐ യൂസ് ടു അപ്ലൈ ഇന്റേൺഷിപ്സ്. ആൻഡ് എന്റെ ബിടെക് ഒരു ലാസ്റ്റ് യൂണിവേഴ്സിറ്റി എക്സാം കഴിയുന്ന അന്ന് ഐ ഗോട്ട് മൈ ഓഫർ ലെറ്റർ ഫോർ മൈ ഫസ്റ്റ് ജോബ്. ലൈഫിൽ എന്റെ ഫസ്റ്റ് ജോബാണത്. അപ്പം
അപ്പം ആ കമ്പനി വാസ് എ ബാംഗ്ലൂർ സ്റ്റാർട്ടപ്പ്, സെൽമോക് ഡിസൈൻ ആൻഡ് ടെക് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി ആയിരുന്നു. അപ്പം അവരെനിക്ക് അതിനു മുന്നേ ഒരു 1-2 റൗണ്ട് ഉണ്ടായിരുന്നു, അത് ക്ലിയർ ചെയ്തു. അങ്ങനെ എനിക്ക് ഓഫർ ലെറ്റർ കിട്ടുന്നത് ആ ഒരു ഡേ ആണ്, ആ ഒരു വീക്കാണ്, എനിക്ക് എക്സാക്ട്ലി ഓർമ്മയില്ല. പക്ഷെ എന്റെ ഡ്രീം പോലെ തന്നെ റൈറ്റ് ആഫ്റ്റർ മൈ സ്റ്റഡീസ് ഐ ഗോട്ട് മൈ ഫസ്റ്റ് ജോബ്. അപ്പം ഫസ്റ്റ് അതൊരു ഇന്റേൺഷിപ്പ് ആണ്, 6 months. അത് കഴിഞ്ഞിട്ട് ഫുൾ ടൈം ആയി. അങ്ങനെ അപ്പൊ അവന്റെ ആദ്യത്തെ ആ ഒരു ഇന്റേൺഷിപ്പിന്റെ സ്റ്റൈപ്പൻ വാസ് 10,000. ആൻഡ് ഐ വാസ് സോ ഹാപ്പി ബിക്കോസ് ലൈക്ക് ഞാൻ ആദ്യമായിട്ട് ഏൺ ചെയ്യുന്ന മണിയാണത്. ആൻഡ് അതിന്റെ ഒരു ഹാപ്പിനെസ് വാസ് സോ, ഐ ഡോണ്ട് നോ, സോ ബിഗ് ദാറ്റ് എനിക്ക് ഐ ഹാഡ് എ ഡ്രീം ദാറ്റ് എനിക്ക് ഫസ്റ്റ് കിട്ടുന്ന സാലറി കൊണ്ട് ഐ വോണ്ട് ബൈ സംതിങ് വെരി മെമ്മറബിൾ. എന്റെ ലൈഫിൽ മൊത്തം നിൽക്കുന്ന അത്രയും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു സാധനം എനിക്ക് മേടിക്കണം എന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഫസ്റ്റ് സാലറി കൊണ്ട് എന്റെ ഒരു പോളറോയിഡ് ക്യാമറ മേടിച്ചു. ഇറ്റ് വാസ് a mini Instax 9 and it's still there with me, and I'm sure ഞാനിപ്പം വയസ്സായാലും it will be there with me. I can keep on taking pictures and create memories with it. That was a very sweet phase of my life. അത് കഴിഞ്ഞ് 6 months കഴിഞ്ഞപ്പോൾ അവർ തന്നെ ഫുൾ ടൈമിലേക്ക് കൺവേർട്ട് ചെയ്തു. പക്ഷെ ഞാനിവിടെ ചെയ്തിരുന്ന വർക്ക് വാസ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ്. പക്ഷെ ഡിസിഗ്നേഷൻ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ ആയിട്ടാണെങ്കിലും ഐ വാസ് വർക്കിംഗ് ഓൺ ഫ്രണ്ട് എൻഡ്, ബേസിക്കലി റിയാക്ട് JS, റിഡക്സ് ഇതൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഇതാണ്. അപ്പൊ ബേസിക്സ്, അതിന്റെ വളരെ ബേസിക് എന്ന് പറഞ്ഞാൽ HTML, CSS, ജാവാസ്ക്രിപ്റ്റ് ആണ്. പക്ഷെ വെരി ഹാപ്പി വിത്ത് ദിസ് ജോബ് ബിക്കോസ് എനിക്ക് ഒന്നെന്ന് വെച്ചാൽ ഈ കമ്പനി ഒരു പ്രോപ്പർ ട്രെയിനിങ് തന്നിട്ടില്ല. അതുകൊണ്ട് ഐ മീൻ ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ദ ജോബ്. നോട്ട് ഏബിൾ ടു അഡ്വാൻസ് ഇൻ മൈ സ്കിൽസ്. കാരണം ഞാൻ തരുന്ന ടാസ്കും കാര്യങ്ങളൊക്കെ ഞാൻ ആ ഒരു പ്രഷറിൽ ഞാൻ യൂട്യൂബ് ട്യൂട്ടോറിയൽസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഐ എം ഏബിൾ ടു കംപ്ലീറ്റ് മൈ ഡേ ടു ഡേ ടാസ്ക്. ബട്ട് ഐ വാസ് നോട്ട് ഫീലിംഗ് ദാറ്റ് ഇതിന്റെ ഒരു പ്രോപ്പർ ഫൗണ്ടേഷൻ എനിക്ക് അറിയില്ല. സോ ഞാനിപ്പം ഫോർ ദ സേക്ക് ഓഫ് ജോബ് ഞാൻ ആ ജോബിന്റെ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്താലും എനിക്ക് അതിന്റെ ഒരു ഫൗണ്ടേഷൻ പ്രോപ്പർ ആയിട്ട് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അറിയാം എനിക്ക് ഇതിൽ അധികം അഡ്വാൻസ് ചെയ്യാൻ പറ്റില്ല. മേ ബി ഈ കമ്പനിയിൽ എനിക്ക് മേ ബി സ്റ്റിക്ക് ഓൺ ചെയ്യാം. പക്ഷെ ഐ വോണ്ടഡ് ടു അഡ്വാൻസ് ഇൻ മൈ കരിയർ ഫോർ ഷുവർ. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ, എനിക്ക് ഈ ജോബും കുറച്ച് സ്ട്രെസ്ഫുൾ ആവാൻ തുടങ്ങി. കാരണം കുറച്ചും കൂടി വലിയ വലിയ കാര്യങ്ങളൊക്കെ അസൈൻമെന്റ്സ് ആയി തരാൻ തുടങ്ങി. ആദ്യം നമുക്കൊരു ചെറിയ ഒരു മേ ബി എന്താ പറയുക, ഇന്റേൺഷിപ്പില് മേ ബി ഒരു പേജില് ഒരു ബട്ടൺ അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു ടെക്സ്റ്റ് അല്ലെങ്കിൽ ഒരു അലേർട്ട് മെസ്സേജ് ആണ് ഞാൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഒരു 6 months ഒക്കെ കഴിഞ്ഞപ്പോൾ സ്റ്റാർട്ട് ഗിവിംഗ് മീ ലൈക്ക് വൺ കംപ്ലീറ്റ് മൊഡ്യൂൾ. ഇപ്പം ഒരു മെനു, ഒരു വെബ് പേജിൽ നീ സൈഡിൽ ഞെക്കുമ്പോൾ ഒരു മെനു വരുന്നുണ്ടല്ലേ, ആ എൻറ്റയർ തിങ്, ആ ഒരു കോമ്പണന്റ് ഫുള്ള് ബിൽഡ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അതും എങ്ങനെയൊക്കെ പഠിച്ചു വരുമ്പം ദേ സ്റ്റാർട്ടഡ് ഗിവിംഗ് ലൈക്ക് ബിഗ് തിങ്സ്. ഇപ്പം ഒരു അസൈൻമെന്റ് ഒരു ഹാഫ് കാര്യം മൊത്തം ഒരു പ്രോജക്റ്റിന്റെ, ആൻഡ് ദേ സ്റ്റാർട്ടഡ് ഓൾസോ പുട്ടിങ് അസ് ഓൺ മൾട്ടിപ്പിൾ പ്രോജക്ട്സ്. അപ്പൊ എനിക്കിതെല്ലാം കൂടി എടുക്കാൻ പറ്റുന്നില്ല. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഒന്നാമത് ഇതിനോട് അത്ര ഇൻട്രസ്റ്റ് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല, ഈ ഒരു പെർട്ടിക്കുലർ ഡൊമൈനിനോട്. പിന്നെ എനിക്ക് തോന്നി ദിസ് ഇസ് നോട്ട് ലൈക്ക് ഐ എം നോട്ട് ഹാപ്പി ഡൂയിങ് ദിസ് ജോബ് ചെയ്യുന്നുണ്ട്, സാലറി കിട്ടുന്നുണ്ട്, പക്ഷെ എനിക്കത് അത്ര ഇഷ്ടപ്പെടുന്നില്ല ചെയ്യുന്നത്. അപ്പൊ ഇഷ്ടപ്പെടാണ്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറെ സ്ട്രെസ്സും. അപ്പം ഐ തോട്ട് ഓക്കെ, ഇറ്റ്സ് ടൈം ഫോർ മീ ടു യുനോ ഗെറ്റ് അനദർ ജോബ്, അല്ലെങ്കിൽ വേറൊരു ജോലിക്ക് നോക്കാൻ സമയമായി എന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ എന്താ ചെയ്യുന്ന വെച്ചാൽ ഒരു 11 months ഞാൻ വർക്ക് ചെയ്തു. അപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നതിന്റെ ഒരു 11 months ഒരു 3 മാസം മുന്നേ ഞാൻ നോട്ടീസ് പീരിയഡ് ഇട്ടു. എന്നിട്ട് ഐ സ്റ്റാർട്ടഡ് ലുക്കിംഗ് ഫോർ ജോബ്. സോ ഇറ്റ് വാസ് എ റിസ്ക് ആക്ച്വലി. ഞാൻ അങ്ങനെ ഒരു ജോബ് ഓഫർ കയ്യിൽ കിട്ടിയിട്ടല്ല ഞാൻ ഇത് കളയാൻ നോക്കിയത്. പക്ഷെ ഐ വാസ് ലൈക്ക് ഇറ്റ്സ് ഫൈൻ, ഐ വിൽ ബി ഏബിൾ ടു ഗെറ്റ് എ ജോബ് എന്നുള്ള ഒരു കോൺഫിഡൻസിൽ ഞാൻ ഇതിന് റിസൈൻ ഇട്ടു. ആൻഡ് ഐ സ്റ്റാർട്ടഡ് ലുക്കിംഗ് ഫോർ ജോബ്. അങ്ങനെ അപ്പൊ ഞാൻ ഈവൻ ദോ എനിക്ക് 11 months എക്സ്പീരിയൻസ് ആണെങ്കിലും ഞാൻ ഒരു ഫ്രഷർ ആയിട്ട് തന്നെയാണ് നമ്മൾ കരുതുക. അപ്പൊ ഞാനിങ്ങനെ പറ്റുന്ന അത്രയും കമ്പനീസ് അപ്ലൈ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് USD ഗ്ലോബൽ എന്നൊരു ഇന്റർവ്യൂ വന്നു. അങ്ങനെ ഞാൻ അത് ക്രാക്ക് ചെയ്തു. ഐ ഗോട്ട് ദ ഓഫർ ലെറ്റർ ആൻഡ് ദേ ടോൾഡ് മീ യു ഹാവ് ടു ജോയിൻ ലൈക്ക് വിത്തിൻ 2 weeks. അപ്പൊ ഞാൻ നോട്ടീസ് പീരിയഡിലെ ഫസ്റ്റ് മന്ത് കഴിയാറായിട്ടുള്ളൂ. അപ്പൊ എനിക്ക് ഇനി 2 മാസം ആ കമ്പനിയിലുണ്ട്. ബട്ട് ദീസ് പീപ്പിൾ ആർ സെയിങ് മീ ടു ജോയിൻ വിത്തിൻ 2 weeks. അപ്പൊ എനിക്ക് അറിയുമ്പോൾ ഒരു പ്രശ്നമാണ്. പിന്നെ ഈ ബൈ ഔട്ട് ഓപ്ഷൻ ഒന്നും ഈ സ്റ്റാർട്ടപ്പിനില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ, അപ്പൊ എന്താ ചെയ്യാം. ഞാൻ ആ HR മാക്സിമം പറയാൻ നോക്കിയാണ് ജോയിനിങ് ഡേറ്റ് ഒന്നും കൂടി ഒന്ന് മാറ്റി തരുമോ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ പുള്ളിക്കാരത്തി വാസ് സോ സ്റ്റബൺ. ആൻഡ് ഇതൊരു അസോസിയേറ്റ്
സിസ്റ്റം എഞ്ചിനീയറിന്റെ പൊസിഷൻ, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിന്റെ പൊസിഷൻ ആയിരുന്നു. പക്ഷെ ഷി വാസ് ലൈക്ക് നോ, ഇഫ് യു ക്യാൻ ജോയിൻ ഓൺ ദാറ്റ് ഡേ ഇറ്റ്സ് ഫൈൻ, അതർവൈസ് വിൽ ബി റിവോക്കിംഗ് യുവർ ഓഫർ ലെറ്റർ. ഞാൻ വിചാരിച്ചു ദൈവമേ, കയ്യില് ഒരെണ്ണം ഉണ്ട് എന്നുവെച്ചാൽ അത് എടുക്കാനും പറ്റുന്നില്ല. അതൊരു ടഫ് സിറ്റുവേഷൻ ആയിരുന്നു. അപ്പം ഒന്നും ചെയ്യാൻ പറ്റില്ല, യു ഹാവ് ടു ലെറ്റ് ഗോ. ഞാൻ വിചാരിച്ചു ഓക്കെ, ഗോഡ് ഇസ് ഗോണ ഗിവ് മീ എ ബെറ്റർ വൺ. അങ്ങനെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് എനിക്ക് ഐ ബി എം എന്ന് പറഞ്ഞ കമ്പനിയിൽ അതിന്റെ ഒരു ഫസ്റ്റ് റൗണ്ട് പാസ്സായി. എന്നോട് കോഗ്നിറ്റീവ് അസസ്മെന്റ് ഫസ്റ്റ് റൗണ്ട് പാസ്സായി. അങ്ങനെ അടുത്ത റൗണ്ട് വാസ് വേറെ എന്തോ ഒരു റൗണ്ടാണ്, എനിക്ക് എക്സാക്ട്ലി ഓർമ്മയില്ല. കോഡിംഗ് റൗണ്ട് ഉണ്ടായിരുന്നു, ഹാക്കർ തോണിന്റെ ഒരു കോഡിംഗ് റൗണ്ട്. അത് കഴിഞ്ഞപ്പം എനിക്കൊരു ഇംഗ്ലീഷ് റൗണ്ട് വന്നു. അത് കഴിഞ്ഞ് ഞാൻ അത് ക്ലിയർ ചെയ്തപ്പം ദ വാസ് എ ടെക്നിക്കൽ റൗണ്ട്. അങ്ങനെ ആ ടെക്നിക്കൽ റൗണ്ടും സോ എനിക്ക് മുന്നത്തെ എക്സ്പീരിയൻസസ് ഓൺ റിയാക്ട്. അപ്പൊ അവർക്ക് ബേസിക്കലി റിയാക്ടിന്റെ ക്വസ്റ്റ്യൻസിനെയാണ് എന്നോട് ചോദിച്ചത്. അങ്ങനെ എനിക്ക് ഓഗസ്റ്റ് എന്ന് വെച്ചാൽ ഞാൻ ജൂലൈയിലാണ് ഈ സെൽമോക്കിന്ന് പുറത്ത് ലൈക്ക് എൻഡ് ഡേറ്റ് ആവുന്നത്. അവിടുന്ന് ജൂലൈ കഴിഞ്ഞു, ജൂലൈ ലാസ്റ്റ് ആകുമ്പോഴേക്കും ഞാൻ അറിഞ്ഞു ഐ ഗോട്ട് മൈ ഓഫർ ലെറ്റർ ഇൻ IBM. ഐ വാസ് സോ ഹാപ്പി. കാരണം ഈ IBM എന്ന് പറയുന്നത് എൻ്റെ ഒരു ഡ്രീം കമ്പനി ആയിരുന്നു. കാരണം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ എനിക്ക് തേർഡ് ഇയറിൽ എന്തോ ഒരു മോക്ക് ഇന്റർവ്യൂ വന്നു. അപ്പൊ ആ സമയത്ത് shine.com എന്ന് പറഞ്ഞിട്ടൊരു എന്താ പറയാ ജോബ് പോർട്ടൽ ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ എന്താ പറയാ അവരുടെ ഒരു ഇതിന്ന് ഒരാള് ഞങ്ങൾക്ക് മോക്ക് ഇന്റർവ്യൂ എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ പുള്ളിക്കാരൻ എന്നോട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, സുറിമ വാട്ട് ഈസ് യുവർ ഡ്രീം കമ്പനി ചോദിച്ചു. അപ്പം ടു ബി ഓണസ്റ്റ് ഐ ഡിഡ്ന്റ് ഹാവ് എ കമ്പനി ടു സേ, ബട്ട് പെട്ടെന്ന് തന്നെ മൈൻഡിക്ക് വന്നു IBM. And I told him IBM. Then he told, oh wow Rima, you have such a vision. നിനക്ക് IBM-ൽ കയറാനാണ് ആഗ്രഹം. അപ്പോഴും ഞാൻ ഇത്ര വലിയ കമ്പനി ഈ കമ്പനിയെ കുറിച്ച് അത്രയധികം ആധികാരികമായിട്ട് അറിയില്ല. ഐ നോ ഇറ്റ്സ് എ ബിഗ് മൾട്ടിനാഷണൽ കമ്പനി, നമുക്കറിയാം. അപ്പൊ അന്ന് മുതൽ എന്റെ മനസ്സിൽ ഇറ്റ്സ് ലൈക്ക് എന്റെ ഡ്രീം കമ്പനി IBM ആണ്. പിന്നെ ഐ സ്റ്റാർട്ടഡ് ഓൾസോ റിസർച്ചിങ് അബൌട്ട് ദിസ് കമ്പനി. എനിക്ക് അന്ന് ഞാൻ നോക്കിയ ഒരു ഇൻഫർമേഷൻ എനിക്കറിയാം, ഓക്കെ ഇറ്റ്സ് വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് റെപ്യൂട്ടഡ് കമ്പനിയാന്ന് അറിയാം. അത് കഴിഞ്ഞിട്ട് ഈ IBM-ൽ തന്നെ ഞാൻ ഒരു വട്ടം ഓഫ് ക്യാമ്പസ് രാജഗിരിയിൽ ഞാനും ഫ്രണ്ട്സും പഠിക്കുമ്പോ തന്നെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് ഈ ഫസ്റ്റോ സെക്കൻഡോ റൗണ്ടിൽ ഞാൻ ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു വട്ടം ഞാൻ ഓൺലൈനായിട്ട് വീട്ടിൽ ഇരുന്നിട്ടും ചെയ്തിട്ട് എനിക്ക് കിട്ടിയത്. സോ ഇറ്റ് വാസ് എ തേർഡ് ടൈം ഐ റിയലി ഗോട്ട് ദിസ് ജോബ്. ഐ വാസ് സോ ഹാപ്പി. ആൻഡ് അപ്പം കോവിഡ് ടൈം ആയിരുന്നു. ഐ ഡിഡ്ന്റ് ഹാവ് ടു ഗോ ടു ഓഫീസ്. ഈവൻ ഞാൻ ഈ സ്റ്റാർട്ടപ്പിൽ വർക്ക് ചെയ്യുമ്പോഴും ഇതുകൊണ്ട് ഞാൻ ഒരു മാസം മാത്രമേ അവിടെ ഓഫീസിൽ പോയിട്ട് വർക്ക് ചെയ്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം വീട്ടിൽ ഇരുന്നിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നെ. അങ്ങനെ ഞാൻ ഈ ജോലി കിട്ടി. ഐ വാസ് സോ ഹാപ്പി. കുറെ ഗുഡ് തിങ്സ് ഉണ്ടായിരുന്നു ഈ കമ്പനിയിൽ കയറിയപ്പം. നമുക്ക് എന്താ പറയാ, ഐ ഗോട്ട് മെനി ഗുഡീസ്. അപ്പൊ എനിക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളായിരുന്നു. അപ്പൊ എനിക്ക് കുറെ എംപ്ലോയിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന കുറെ സ്കീംസ് ഉണ്ടായിരുന്നു IBM-ല്. സോ ഐ യൂസ് ടു ബി സോ ഹാപ്പി വിത്ത് ദ ജോബ്. ഞാൻ ആദ്യം ഒരു 2 months ട്രെയിനിങ് ആയിരുന്നു, 2.5 months ട്രെയിനിങ് ആയിരുന്നു. ആൻഡ് ദെൻ ദ വാസ് എക്സാം. ആ എക്സാം പാസ്സായതിനു ശേഷം ദേ അസൈൻ യു ടു എ പ്രോജക്റ്റ്. അങ്ങനെ പ്രോജക്റ്റ് അസൈൻ ചെയ്തപ്പം അപ്പൊ എന്നെ ട്രെയിൻ ചെയ്ത ടെക്നോളജി വാസ് ETL ഡാറ്റ സ്റ്റേജ്. IBM ഇൻഫോസ്ഫിയർ ഡാറ്റ സ്റ്റേജ് എന്ന ETL ടൂളിലാണ് എന്നെ അവര് ട്രെയിൻ ചെയ്തിരുന്നത്. വിച്ച് മീൻസ് അത് പോകുന്നൊരു ഡൊമൈൻ എന്ന് വെച്ചാൽ ഡാറ്റ ഡൊമൈൻ ആണ്. സോ ഡാറ്റ ഡൊമൈൻ എന്ന് പറയുമ്പോൾ ഡാറ്റ എഞ്ചിനീയറിംഗ് ഫീൽഡാണ് എൻ്റെ ഒരു പോസ്റ്റ് എൻ്റെ ഈ ട്രെയിനിങ് പീരിയഡ് അല്ലെങ്കിൽ 1 year കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഡേറ്റ എഞ്ചിനീയർ എന്ന് പറഞ്ഞൊരു പൊസിഷനിലേക്കാണ് ഇത് എത്തുന്നത്. ഐ വാസ് സോ ഹാപ്പി. ഞാൻ ഈ ഡൊമൈനെ കുറിച്ച് നോക്കാൻ തുടങ്ങി. സോ ഇറ്റ് ഇസ് എ റിയലി ബൂമിങ് ഫീൽഡ്. ഐ വാസ് സോ ഹാപ്പി. എനിക്ക് അതിലേക്ക് സെലക്ഷൻ കിട്ടിയതും അല്ലെങ്കിൽ ഗോഡ് എന്നെ അതിലേക്ക് പ്ലേസ് ചെയ്തതും എനിക്കൊരു പുതിയ, അതുവരെ ഈവൻ ഞാൻ മുന്നത്തെ കമ്പനി വർക്ക് ചെയ്യുമ്പോൾ ഐ വാസ് തിങ്കിങ് ഞാൻ ഈ IT ഫീൽഡ് ഇസ് ഇറ്റ് മെന്റ് ഫോർ മീ എന്നൊക്കെ കുറെ ഡൗട്ട്സും. ഇതാണ് എന്റെ ഫോക്കസ്. അങ്ങനെ ഫോക്കസ് ഓൺ ദിസ് ഡേറ്റ ഡൊമൈൻ ആൻഡ് ഇതില് എക്സൽ ചെയ്യണം എന്നുള്ള ഒരു തോട്ട് എന്റെ മനസ്സിൽ വന്നു. എനിക്കൊരു കരിയർ ക്ലാരിറ്റി തന്നൊരു കമ്പനിയാണിത്. അങ്ങനെ ഞാൻ 1 year ഫുൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് എന്റെ മൂത്ത ചേച്ചി ഹയർ എഡ്യൂക്കേഷന് വേണ്ടിട്ട് കാനഡയിൽ പോയി. അപ്പം തിങ്ക് ദാറ്റ് ഓഫ് കോഴ്സ് ഞങ്ങളെല്ലാവർക്കും അബ്രോഡ് പോയി പഠിക്കാൻ ഭയങ്കര ഡ്രീമുള്ള ആള് ഞാനും. അപ്പം ദാറ്റ് ഓപ്പർച്യൂണിറ്റി ഇസ് ദർ. സോ ഐ തോട്ട് ഓക്കെ ഫൈൻ, ഇപ്പം
I'm in my 20s, like 24, 23. So I thought, okay, why don't I also go and pursue my higher education എന്ന് പറഞ്ഞിട്ട് thought വന്നു. So I was thinking, okay, അവിടെ പോയി പഠിച്ചു, what if I get a job in the same domain over there, then it will be great, right? And career will take a different step and it will be great എന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ വിചാരിച്ചു, ഓക്കെ, ഞാനും പോവാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞാനും എന്റെ ഇളയ സിസ്റ്ററും കൂടിയിട്ട് വി വെന്റ് ടു. സോ ഞാൻ 1 year കഴിഞ്ഞപ്പം ഐ റിസൈൻഡ്. പിന്നെ ഒരു 3 മാസം നോട്ടീസ് പീരിയഡ് സെർവ് ചെയ്തു. സോ ഒരു 1.3 years ഞാൻ ഇവിടെ IBM വർക്ക് ചെയ്തിട്ട് ഐ വെന്റ് ഫോർ മൈ ഹയർ എഡ്യൂക്കേഷൻ. അപ്പൊ ഞാൻ കാനഡയില് സഡ്ബറി എന്ന് പറയുന്ന സ്ഥലത്ത് കേംബ്രിയൻ കോളേജിലാണ് പഠിച്ചത്. അങ്ങനെ അവിടെ ഒരു 1 year കഴിഞ്ഞു. അപ്പൊ അവിടെ പോയപ്പം ഐ അണ്ടർസ്റ്റുഡ്, ഓക്കെ, so this is not the Canada that I dreamt of. So I thought it's gonna be like, ഞാൻ പഠിപ്പ് കഴിയുന്നു, I'm getting job, but I understood the situation over there is not very favorable for me. I'm not saying for everyone, but in my experience എനിക്കത് അത്ര ഓക്കെ, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരു ഡ്രീം ലൈഫ് ഉണ്ട്, പക്ഷെ അതിലോട്ട് എത്തണമെങ്കിൽ ടേക്സ് ഐ തിങ്ക് ഒരു 2 to 5 years ഫോർ ഇന്റർനാഷണൽ സ്റ്റുഡന്റ്. അവിടെ പോയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുക അവരുടെ ഒരു രീതി. എനിക്കത് അത്ര ഒത്തിരി ടൈം എടുക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഐ ഫെൽറ്റ് ഓക്കെ, സംവെയർ മൈ ഡിസിഷൻ വാസ് നോട്ട് റിയലി ഗുഡ് എന്ന് എനിക്ക് തോന്നാൻ തുടങ്ങി. അപ്പം നാട്ടിൽ വരണം, നമുക്ക് ഈ എന്താ പറയാ, ഹോം സിക്നെസ് ഒക്കെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞാൻ അപ്പൊ നമ്മൾ വീട്ടിൽ വിളിക്കുമ്പോഴും എന്റെ സിസ്റ്റർ ആണെങ്കിലും വാസ് നോട്ട് വെരി ഹാപ്പി. എന്റെ എൽഡസ്റ്റ്, ഐ മീൻ യങ്ങർ സിസ്റ്റർ. അങ്ങനെ വി തോട്ട് ഓക്കെ ഫൈൻ. അപ്പൊ എന്റെ എഡ്യൂക്കേഷൻ കഴിഞ്ഞു. 10 months ഉണ്ടായിരുന്നുള്ളൂ. 1 year ആണെങ്കിലും 10 months കോഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. സോ ഐ കംപ്ലീറ്റഡ് ദ കോഴ്സ് ആൻഡ് ഐ വാസ് പാസ്ഡ് വിത്ത് ഹോണേഴ്സ്. അപ്പം അതിൽ ഐ വാസ് ഹാപ്പി. പക്ഷെ എന്തോ അത് കഴിഞ്ഞിട്ട് ഞാൻ അത് പഠിക്കുമ്പോൾ തന്നെ ഒരു 6 months കഴിയുമ്പോൾ തന്നെ ദർ വാസ് എ കോപ്പ്, അതായത് ഒരു ഇന്റേൺഷിപ്പ് പീരിയഡ് ഉണ്ടായിരുന്നു. അപ്പൊ ഇന്റേൺഷിപ്പിന് ഒന്നുകിൽ കോളേജ് പ്രൊവൈഡ് ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് വേറെ പുറത്തുനിന്ന് പഠിക്കാം, ഐ മീൻ പുറത്തുനിന്ന് ജോബ് നോക്കാം. പക്ഷെ ഞാനൊരു 6 months കഴിഞ്ഞപ്പോൾ തന്നെ ഐ സ്റ്റാർട്ടഡ് applying for jobs and I was getting like 1 or 2 interviews. പക്ഷെ എനിക്ക് അത്ര ക്രാക്ക് ചെയ്യാൻ പറ്റില്ല, കുറച്ച് ഹൈ ലെവൽ ഇന്റർവ്യൂസ് ആയിരുന്നു. അത് കഴിഞ്ഞപ്പം ഈ കോപ്പ് വന്ന സമയത്ത് എനിക്ക് കോളേജിൽ നിന്നാണ് ഒരു കോപ്പ് കിട്ടിയത്, വിച്ച് മീൻസ് ഇന്റേൺഷിപ്പ്. അങ്ങനെ അതൊരു 2 months ഇന്റേൺഷിപ്പ് ആയിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ടും ഞാൻ ആ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന സമയത്തും അത് കഴിഞ്ഞിട്ടും ഞാൻ കോൺസ്റ്റന്റ്ലി ഐ വാസ് സെർച്ചിങ് ഫോർ ജോബ്സ്. ബട്ട് ദർ വാസ് എ ബിഗ് കോമ്പറ്റീഷൻ ജോബ് മാർക്കറ്റില്. അതായത് ഇപ്പം ഒരു ജോബാണ് ഉള്ളെങ്കിൽ ദസ് ലൈക്ക് എന്താ പറയാ, ഒരു 2000 or 3000 അപ്ലിക്കൻസ് ഒറ്റ ജോബിനുണ്ട്. സോ ഇറ്റ്സ് വെരി ഹാർഡ്, റൈറ്റ്? നിങ്ങൾക്ക് ജോബ് അതിൽ കിട്ടാനുള്ള പ്രോബബിലിറ്റി വിൽ ബി മേ ബി 1 or 2%. ഇറ്റ്സ് സോ ഹാർഡ് ടു ക്രാക്ക്. അതും ഈ അപ്ലൈ ചെയ്യുന്നതിൽ 0 എക്സ്പീരിയൻസ് മുതൽ 10-15 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആള് പോലും ഈ എൻട്രി ലെവൽ ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ ശരിക്കും ഒരു എൻട്രി ലെവലുള്ള ആൾക്കല്ല അത് കിട്ടുന്നത്. ആൻഡ് നിങ്ങൾ ലിങ്ക്ഡിൻ നോക്കിയാലും നമ്മള് ശരിയാണ്, ഇറ്റ്സ് ബേസിക്കലി എനിക്കിപ്പോ നാട്ടിൽ നിന്ന് ഇതെല്ലാം നോക്കിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു ഐഡിയ കിട്ടിയാനാ. പക്ഷെ നമ്മള് 1 വർഷം കഴിഞ്ഞ് നമ്മളവിടെ എത്തുമ്പോഴും 1 വർഷം കഴിഞ്ഞിട്ടുള്ള ജോബ് മാർക്കറ്റും ഇറ്റ് ഹാസ് എ ലോട്ട് ഓഫ് വേരിയേഷൻസ്, റൈറ്റ്? സോ ഇവിടുന്ന് എത്ര റിസർച്ച് ചെയ്താലും നമ്മൾ അവിടെ പോയിട്ട് ഉണ്ടാവുന്ന എക്സ്പീരിയൻസും കാര്യങ്ങളും വേറെ തന്നെയാണ്. അപ്പോ അങ്ങനെ ഞാൻ ജോബ് നോക്കി. ഇറ്റ് വാസ് സോ ഹാർഡ് ഫോർ മീ ടു ഗെറ്റ് ഇന്റർവ്യൂ കോൾസ്. എനിക്ക് മേ ബി ഒരു HR ഒരു ടെലിഫോണിക് കോൾ ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്കൊരു പ്രോപ്പർ ടെക്നിക്കൽ റൗണ്ട് കിട്ടാൻ ഇറ്റ് വാസ് സോ ഹാർഡ്. അപ്പം ഐ വാസ് ഫീലിംഗ് റിയലി ലോ. കാരണം എനിക്കങ്ങനെ കരിയർ ബ്രേക്സ് ഉണ്ടായിട്ടില്ല. അപ്പോ എനിക്ക് ഒരു 1 month ജോബിലാണ്ട് ഇരിക്കാൻ തുടങ്ങിയപ്പോ എനിക്ക് ടെൻഷൻ ആയി തുടങ്ങി. അപ്പൊ ഈ ടൈമിലൊക്കെ നമ്മൾ പാർട്ട് ടൈം ജോബാണ് ചെയ്യുന്നത്. സോ ഐ വാസ് വർക്കിംഗ് അറ്റ് മാക്ഡൊണാൾഡ്സ്. അപ്പം ഐ വാസ് നോട്ട് ഹാപ്പി വിത്ത് ദാറ്റ് ജോബ്. ബിക്കോസ് നമ്മള് ഇത്രയും പഠിച്ചത് നമുക്ക് നമ്മളുടെ കരിയറിൽ ജോബ്, നമ്മുടെ ഫീൽഡിൽ ജോബ് ചെയ്യാനാണ്. ഇൻസ്റ്റെഡ് വി ആർ ഡൂയിങ് വെരി ജനറിക് ജോബ് വിച്ച് വാസ് ഐ വാസ് നോട്ട് ഹാപ്പി. സോ ഞാൻ 2 മാസത്തോളം ജോബ് നോക്കി. I was not even getting calls. മെയിൽസ് വരും, വെബ് അസസ്മെന്റ് വരും, ചിലപ്പം ടെലിഫോണിക് റൗണ്ട് വരും, പക്ഷെ ഒന്നും പ്രോഗ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ എന്റെ മനസ്സിൽ ഇങ്ങനെ ഭയങ്കര ഒരു ടെൻഷൻ വന്നു തുടങ്ങി. ഓക്കെ, ഞാനിപ്പം പഠിച്ചു കഴിഞ്ഞു, ഇനി ഞാൻ ഇങ്ങനെ ഒരു മന്ത്സിന്റെ ഒരു ബ്രേക്ക് വരുമ്പോ എനിക്ക് നാട്ടിലും വന്നാലും ഒരു പ്രോപ്പർ ജോബ് കിട്ടാൻ അത് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പം എനിക്ക് അവിടെ പിന്നെയും കണ്ടിന്യൂ ചെയ്യുക, ഈ പാർട്ട് ടൈം ജോബ് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. ഒപ്പം ഭയങ്കര എക്സ്പെൻസീവ് ആണ്.
I was staying in Toronto and it was very expensive to stay there. എന്താ പറയാ, ഗ്രോസറീസ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മളുടെ എന്താ പറയാ റെന്റ്, ഇതെല്ലാം ഈ പാർട്ട് ടൈം ജോബ് വെച്ചിട്ട് യൂസ് നോട്ട് ഗെറ്റിംഗ് ഇനഫ് ഹാർസ്. നമുക്ക് ഷിഫ്റ്റിന് വളരെ തുച്ഛമായ മണിക്കൂറുകൾ കിട്ടുന്നുള്ളൂ. അപ്പൊ നമുക്ക് എല്ലാം കൊണ്ടും യു വാസ് നോട്ട് ഫീലിംഗ് ദാറ്റ് ഇറ്റ്സ് ലൈക്ക് എന്താ പറയാ, ഇതൊരു വർത്ത് ഇറ്റ് ആയിട്ടുള്ള കാര്യമാണെന്ന് തോന്നിയിരുന്നില്ല. അങ്ങനെ ഞാനും ഞാൻ അനിയത്തിയും വി കെയിം ബാക്ക് ടു ഇന്ത്യ. ഓഫ് കോഴ്സ് നമ്മളിപ്പം ഒരു ഡ്രീം ആയിട്ട് പോയി, പക്ഷെ ഇറ്റ് ഡിൻ വർക്ക് ഔട്ട്. വിഷമമുണ്ട്, എല്ലാവർക്കും വിഷമം ഉണ്ടാവും. പക്ഷെ ഇത് ഇനി എന്ത് ചെയ്യാം? ഓക്കെ, വി കാൺ ബി സിറ്റിംഗ് ആൻഡ് ക്രൈങ്, റൈറ്റ്? യു ഹാവ് ടു ഗെറ്റ് ഔട്ട് ഓഫ് ഇറ്റ്. അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കണം. ഇറ്റ് വാസ് എ ഹാർഡ് ഫേസ്. നമ്മുടെ ഫാമിലി ആണെങ്കിലും നമ്മൾ ഇൻഡിവിജ്വലി ആണെങ്കിലും വളരെ ഹാർഡ് ഫേസ് ആയിരുന്നു. പക്ഷെ അപ്പൊ ഞാനിവിടെ ജാൻ ഫസ്റ്റ് ഒക്കെ ആയിട്ട് ഞങ്ങൾ ഇവിടെ എത്തി. ഈ വർഷം ജാൻ ഫസ്റ്റ് ഇവിടെ എത്തി. അപ്പം ഞാൻ വളരെ എന്താ പറയാ, വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് എന്റെ ജോബ്സ് അപ്ലൈ ചെയ്യാൻ തുടങ്ങി. ഐ സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് കോൾസ് ആൻഡ് ഒന്ന് രണ്ട് കമ്പനീസ് ഇന്റർവ്യൂ വിളിച്ചു. പക്ഷെ ചില കമ്പനീസ് നമ്മള് ലൈക്ക് നമ്മൾ ഷോർട്ട് ലിസ്റ്റഡ് ആയി, ദേ ഇൻവൈറ്റഡ് ഫോർ എ ടെക്നിക്കൽ ഇന്റർവ്യൂ. വെൻ യു സ്റ്റാർട്ട് telling your experiences and giving out your skills in the what you say, skills in the scaling, നമ്മൾ പറയാൻ തുടങ്ങുമ്പോൾ they are like, okay, so we are looking for someone with 2 years of experience in Python. അപ്പം സോറി റീമ, നമുക്ക് ഇത് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ I'll be like, okay, so you should have looked my resume, right? അത് നോക്കിയിട്ടല്ലേ എന്നെ നിങ്ങൾ ഒരു ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് വിളിക്കുക. അപ്പൊ എനിക്ക് കോൺസ്റ്റന്റ് ഡിസപ്പോയിന്റ്മെന്റ്സ് വരാൻ തുടങ്ങി. ഒരു ഇന്റർവ്യൂ ഞാൻ ഓൺ സൈറ്റ് കൊച്ചിയിൽ പോയിട്ട് അറ്റൻഡ് ചെയ്തു. ദർ ഓൾസോ ഐ വാസ് ഫീലിംഗ് എനിക്കത് മര്യാദയ്ക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, പക്ഷെ സംതിങ് ഐ എം നോട്ട് ഏബിൾ ടു ലൈക്ക് ഒരു ഇന്റർവ്യൂ പ്രോസസ് കംപ്ലീറ്റ് ആകുമ്പോഴല്ല ഒരു ഓഫർ കിട്ടുന്നത്. അതിലേക്ക് എത്താൻ പറ്റുന്നില്ല. സം കൈൻഡ് ഓഫ് പ്രശ്നങ്ങൾ ഓൾവേസ് ഹാപ്പനിങ്. ഒന്നുകിൽ എക്സ്പീരിയൻസ് ആയിരിക്കും, ഒന്നുകിൽ നമ്മളവിടെ പോകുമ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്തത് രണ്ട് നല്ല സ്കില്ലാണെങ്കിൽ അവർ ചോദിക്കുന്നത് മൊത്തം വേറെ ഏതൊരു സ്കില്ലിനെ കുറിച്ചിട്ടാണ്. അങ്ങനെ എനിക്ക് കോൺസ്റ്റന്റ്ലി എപ്പോഴും ഒരു നെഗറ്റിവിറ്റി ഫീലിംഗ് വരാൻ തുടങ്ങി. ദാറ്റ് ഇനി എനിക്ക് ജോലി കിട്ടുമോ, അതോ ഇസ് ഇറ്റ് ലൈക്ക് എന്റെ കരിയർ ഗോട്ട് വാട്ട് യു സേ ക്ലോസ്ഡ് ഓൾറെഡി, ഇനി എനിക്ക് വീട്ടിലിരിക്കണോ, എന്താ ചെയ്യണ്ടേ? നമുക്ക് ജോബ് ഇല്ലാത്തൊരു സിറ്റുവേഷൻ, നമുക്ക് ഒത്തിരി പ്രഷർ ഉണ്ട്, സ്ട്രെസ് ഉണ്ട്, നമുക്ക് കുറെ ഒരു നെഗറ്റീവ് ആന്റിസിപ്പേഷൻ ഇല്ല. അയ്യോ ഞാന് എന്താ ഇപ്പൊ ചെയ്യാ, എന്തിലേക്ക് എത്തും, എന്റെ കരിയർ എങ്ങോട്ട് പോകും, എന്റെ ജീവിതം എങ്ങോട്ട് പോകും, കുറെ കൺഫ്യൂഷൻസിലാണ് ഞാൻ ഇരുന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ജാൻ കഴിഞ്ഞു, ഫെബ് കഴിഞ്ഞു. ഐ വാസ് അൺഎംപ്ലോയിഡ് ഫോർ 2 months നാട്ടിൽ വന്നതിന് ശേഷം. അതിനു മുന്നേ ഞാൻ കാനഡ ഉള്ളപ്പം ഞാൻ ഒക്ടോബറിൽ എന്റെ കോഴ്സ് കഴിഞ്ഞിട്ട് ഞാൻ നവംബർ ഡിസംബർ ഓൾസോ ഐ വാസ് സിറ്റിംഗ് simply in the sense I was doing part-time, പക്ഷെ എന്റെ പ്രോപ്പർ ഫീൽഡ് ജോബ് I never had. So those like 4 months of looking for job and ഇത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് എനിക്ക് മാർച്ചായി. ഇപ്പം I started connecting more sincerely with God. ഞാൻ ദൈവത്തോട് കൂടുതൽ അടുക്കാൻ തുടങ്ങി, ദൈവത്തെയായിട്ട് തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതിനിടയ്ക്ക് ഞങ്ങള് കൃപാസനം എന്ന് പറഞ്ഞ ഒരു റിട്രീറ്റ് സെന്ററിൽ പോയി. വി ഇൻസ്റ്റന്റ്ലി ഫെൽറ്റ് റിയൽ എന്താ പറയാ, ഒരു പോസിറ്റിവിറ്റി ഒത്തിരി എന്റെ ലൈഫിൽ കൂടിയ പോലെ എനിക്ക് തോന്നി. കുറച്ചും കൂടി പ്രാർത്ഥനയും കാര്യങ്ങളും കൂടി. മുന്നേ ഐ ഹാഡ് ഫെയ്ത്ത്, ബട്ട് ഐ വാസ് ലൈക്ക് ദിസ് ഇസ് നോട്ട് ഫോർ റിയൽ. ലൈക്ക് ഇപ്പം ഐ ഓൾവേസ് ഹാഡ് കുറെ ക്വസ്റ്റ്യനിങ് ഇൻ മൈ കുറെ ക്വസ്റ്റ്യൻസ്. ഇപ്പൊ നമ്മളിപ്പോ ഫെയ്ത്തിന്റെ കാര്യം പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ ഒത്തിരി ക്വസ്റ്റ്യൻസ് ആണ് എനിക്ക്. അയ്യോ ഇതെന്താ, ദൈവം എന്തിനാ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ചെയ്യാന് എന്ന് വെച്ചാല് ഒരു വിശ്വാസിയാണ്, പക്ഷെ പൂർണ്ണമായിട്ടൊരു വിശ്വാസം എനിക്കില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഒത്തിരി കൂടി പ്രാർത്ഥിക്കാൻ തുടങ്ങി, ബൈബിൾ വായിക്കാൻ തുടങ്ങി, ദൈവത്തെ കൂടുതൽ അറിയാൻ തുടങ്ങി. സോ ഐ സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് ആൻസേഴ്സ് ടു മൈ ഓൺ ക്വസ്റ്റ്യൻസ്. ആൻഡ് ഇവൻച്വലി എന്റെ ലൈഫിലും അതിന്റെ പോസിറ്റിവിറ്റി എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എന്റെ അഗെയിൻ ഒരാള് ദൈവത്തിന്റെ രൂപത്തിൽ, എന്റെ ഒരു കസിൻ തന്നെ, പുള്ളിക്കാരത്തി കോൾഡ് മീ. ഷീട്ടോള് എന്റെ കമ്പനിയിൽ ഇങ്ങനെ ഒരു വാക്കൻസി ഉണ്ട്, ബട്ട് ഇഫ് ഇന്റർവ്യൂ കംസ് ഓർ സംതിങ് യു ഹാവ് ടു ക്രാക്ക് ഇറ്റ് എനിവേസ്. അപ്പം ഐ വാസ് ലൈക്ക് ഓക്കെ ഫൈൻ. ബട്ട് ഇതുവരെ എനിക്ക് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ടായിരുന്നില്ല. വന്നതൊക്കെ കൂടുതലും ജാനിലാണ്. ഫെബിലൊന്നും എനിക്ക് അധികം ഓപ്പർച്യൂണിറ്റീസേ വന്നിട്ടില്ല.
പക്ഷെ ആഫ്റ്റർ ഐ സ്റ്റാർട്ടഡ് പ്രേയിങ് ആൻഡ് സ്റ്റാർട്ടഡ് റിയലി കണക്ടിങ് to God. അതിന്റെ ഒപ്പം തന്നെ ഐ വാസ് ഓൾസോ പുട്ടിങ് എഫേർട്ട് ഓൺ മൈ എൻഹാൻസിങ് മൈ സ്കിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ അതും ചെയ്തിരുന്നു. അങ്ങനെ ഐ ഗോട്ട് ദിസ് ഓപ്പർച്യൂണിറ്റി, ഇന്റർവ്യൂവിനുള്ള ഓപ്പർച്യൂണിറ്റി. ഞാൻ ഒത്തിരി എന്റെ മാക്സിമം ഞാൻ പ്രിപ്പയർ ചെയ്തു. ഐ വാസ് ഹാവിങ് എ ഫീലിംഗ് ദാറ്റ് ഓക്കെ, ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഐ കാൻ മിസ് ഇറ്റ്, ദിസ് ഇസ് ഫോർ മീ. കാരണം ഞാനിത് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് വന്നുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. സോ ഇത് എനിക്ക് ദൈവം കൊണ്ടുവന്നുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. സോ ഹി ഈസ് നോട്ട് ഗോയിങ് ടു ഗിവ് ഇറ്റ് ലൈക്ക് വേണമെങ്കിൽ എടുത്തോ അല്ലെങ്കിൽ ഞാൻ എടുക്കും, അങ്ങനത്തെ ഒരു ഇതല്ല. ഹിസ് ഗിവിംഗ് മീ സംതിങ് മീൻസ് ഇറ്റ് വിൽ ബി കംപ്ലീറ്റഡ്, റൈറ്റ്? അപ്പൊ ഞാൻ അത് വിശ്വസിച്ചിട്ട് തന്നെ ഐ സ്റ്റാർട്ട് പ്രിപ്പയറിംഗ് റിയലി വെൽ ഫോർ ദിസ് എക്സാം അല്ല ദിസ് ഇന്റർവ്യൂ. അങ്ങനെ ഇറ്റ് വാസ് എ ബിഗ് ഇന്റർവ്യൂ വിത്ത് ലൈക്ക് ടെക്നിക്കൽ, HR ആൻഡ് മാനേജീരിയൽ എല്ലാം കൂടി മിക്സ് ചെയ്ത ഒരു വലിയ ഇന്റർവ്യൂ ആയിരുന്നു. You know what, I was able to crack it and I was feeling so happy. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഒരു 10 days ഒക്കെ കഴിഞ്ഞപ്പം I got call from HR and I got selected. എനിക്ക് ഓഫർ ലെറ്റർ കിട്ടി and it was in TCS, Tata Consultancy Services. I was so happy. കാരണം ഞാൻ എന്റെ ഈ ജോബ് നോക്കുന്ന ഈ ഒരു ടൈമില് ഐ വാസ് തിങ്കിങ് ഇനി എനിക്കിങ്ങനെ MNC കിട്ടുന്നതും എനിക്ക് എന്റെ ചിന്തയിൽ പോലുമില്ല. ഏത് ജോലി കിട്ടിയാലും I'm okay with it. I'm also ready to even do an internship because ഞാൻ എന്റെ സ്കിൽസ് ഒന്നും കൂടി എനിക്ക് ബെറ്റർ ആക്കണം. സോ ഐ സ്റ്റാർട്ട് ഫ്രം സ്ക്വയർ വൺ, ഇറ്റ്സ് ഫൈൻ. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലാണ് ഇരുന്നത്. പക്ഷെ ഐ ബിലീവ് ഗോഡ് ജസ്റ്റ് ഗേവ് മി എ റിയലി ഗുഡ് ഒരു ലിഫ്റ്റ്. ഞാൻ എവിടെ ആയിരുന്നു, ഓക്കെ, അതിനേക്കാളും ഒരുപാട് മുകളിലാണ് എനിക്ക് ഗോഡ് എനിക്ക് ഒരു ബ്ലെസ്സിങ് എനിക്ക് തന്നെ. ആൻഡ് ഐ ഗോട്ട് ദിസ് ഓഫർ ആൻഡ് ഞാൻ റിയലി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. അപ്പം ദിസ് ഇസ് മൈ ജേർണി ഫ്രം എൻ്റെ ഒരു എഡ്യൂക്കേഷൻ ടു എൻ്റെ ഒരു കരിയർ, ഇപ്പൊ ഞാൻ വന്ന് നിൽക്കുന്ന കരിയർ. ആൻഡ് ഐ എം സോ ഹാപ്പി ദാറ്റ് എൻ്റെ ഈ ഒരു ഞാനിപ്പം 26 years old ആണ്. ആൻഡ് ഇൻ മൈ ദിസ് 26 years there have been a lot of miracles that has happened to me. ഇപ്പൊ ഞാൻ പറഞ്ഞ ബിഗ് മിറാക്കിൾസ് അല്ലാണ്ട് ലൈഫിൽ ഓഫ് കോഴ്സ് കുട്ടി good things have happened to me. And I believe ഇതെല്ലാം all you have to do is that believe in yourself. നമ്മൾ ഒരിക്കലും ഞാൻ ഈ ഒരു ജോബ് കിട്ടാത്തൊരു സമയത്തൊക്കെ I used to always underestimate me. എനിക്ക് കഴിവുണ്ടോ, എനിക്ക് we all have those self doubts, I understand. പക്ഷെ നമ്മളെ കൊണ്ട് മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു ചേഞ്ച് വരുത്താൻ പറ്റും. ഇപ്പൊ ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് ഓക്കെ I need to go out, I need to go out, I need to be independent. പക്ഷെ വീട്ടിൽ നിന്ന് ഒരു സ്റ്റെപ്പ് പുറത്തിറങ്ങിയാലല്ല ഔട്ട് ആവാൻ പറ്റൂ. പക്ഷെ നമ്മള് വീടിന്റെ അകത്തിരുന്നോണ്ട് പറയണം ഓക്കെ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട് പക്ഷെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. everything starts from you. First thing, നമ്മുടെ ഉള്ളില് there will be negativity because we are all humans. we are going through constant comparisons, constant judgments. നമ്മളെല്ലാവർക്കും there's a lot of negativity inside. അല്ലെങ്കിൽ അത് ആളുകൾ, നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ തന്നെ നമുക്ക് നെഗറ്റിവിറ്റി തരുന്നുണ്ടാവും. പക്ഷെ നമ്മള് from within we need to cleanse it and try to be positive. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ I know it's difficult. പക്ഷെ it can be by surrounding yourself with positive thoughts and positive people. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ നമ്മളെപ്പോഴും നമ്മളെ കൊണ്ടെല്ലാം നേടാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം നമ്മുടെ കയ്യിൽ വേണം. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം മിഡിൽ ക്ലാസ് ഒരു ഫാമിലിയിൽ ഇരിക്കുന്ന ഒരാള് just like me, when we say that okay I need to get let's say I need to get a what do you say, I need to get a BMW എന്ന് പറയാം. നമ്മളെ പാരന്റ്സ് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുള്ളവർ അപ്പോൾ പറയാം നമ്മളെ കുറച്ച് ചിന്തിച്ചാലേ ജീവിതത്തിൽ ചിലത് നേടാൻ പറ്റുമെന്നൊക്കെ പറയും. പക്ഷെ അത് ഓക്കെ ദാറ്റ്സ് ഫൈൻ, അത് അവർക്ക് അതിനെ കുറിച്ച് അറിയാത്തോണ്ടാ. പക്ഷെ you have to dream that you're gonna get a BMW. You're gonna work for it. Okay? And eventually you will achieve. അപ്പൊ നിങ്ങൾ ചോദിക്കും BMW-നുള്ള ലക്ഷ്യങ്ങളൊക്കെ എവിടെ നമ്മുടെ കയ്യില്? Of course, you are there, right? ഇപ്പൊ ഞാൻ ഒരാളുണ്ട്, I'm healthy, I'm having brain, God has given me enough എന്താ പറയാ, like my hand works, my leg works, my brain works, and a nerve system അല്ലെങ്കിൽ എന്റെ സിസ്റ്റം മൊത്തം പ്രോപ്പർ ആയിട്ടാണ് ഇരിക്കുന്നത്. Now I have to make use of it. അല്ലെങ്കിൽ എന്താ ഇപ്പൊ എന്റെ കയ്യിലൊരു ബുക്ക് ഉണ്ട്, എന്റെ കയ്യിലൊരു പേൻ ഉണ്ട്. ഐ എം സേയിങ് ഓക്കെ എന്റെ കയ്യിലൊരു ബുക്ക് ഒരു പേനേ ഉള്ളൂ, ഗോഡ് എന്തുകൊണ്ട് എനിക്കൊരു വീട് തന്നില്ല, എനിക്ക് അത് തന്നില്ല. സോ ജസ്റ്റ് you have two things in your hand, right?
ട്രൈ ടു മേക്ക് ലൈക്ക് ഒരു പോയം എഴുതു, അല്ലെങ്കിൽ ഒരു പിക്ചർ വരയ്ക്ക്, ട്രൈ ടു സെൽ. എന്നുവെച്ചാൽ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട് അതുകൊണ്ട് നിങ്ങൾ അത് ഡബിൾ ആക്കി അല്ലെങ്കിൽ ട്രിപ്പിൾ ആക്കിയിട്ട് ട്രൈ ടു, എന്താ പറയാ, ട്രൈ ടു മേക്ക് യൂസ് ഓഫ് ഇറ്റ്. അതുകൊണ്ട് എങ്ങനെ നിങ്ങൾക്ക് വളരാൻ പറ്റും നിങ്ങളുടെ ലൈഫിൽ, അതാണ് വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. ആൻഡ് ഐ എം സംവൺ വെനെവർ ഐ എം ലോ, ഞാൻ ഓഫ്കോഴ്സ് എനിക്കും നെഗറ്റിവിറ്റീസ് വരാറുണ്ട്, ബട്ട് വിത്തിൻ 15 minutes or 30 minutes ഐ ട്രൈ ടു കൺവേർട്ട് ഇറ്റ് ഇൻ ടു എ പോസിറ്റീവ് തിങ്. അപ്പോ ബേസിക്കലി നമ്മളെല്ലാവരുടെ ചുറ്റുപാടുകൾ പറയുന്നത് ഇസ് ദാറ്റ് നിങ്ങൾ ഇതാണ്, നിങ്ങൾ ഇത് തന്നെ ആയിരിക്കും, ഇതിന്ന് നിങ്ങൾ മുകളിലേക്ക് പോകരുത്. ഓർ യുനോ ഇഫ് യു ആർ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ഗോൾഡ് ഫിഷ്, ഈ ഗോൾഡ് ഫിഷിനെ നമ്മൾ എപ്പോഴും ചെറിയൊരു ഗ്ലാസ് ബൗളിലാണ് എപ്പോഴും ഇടാറ്, റൈറ്റ്? ഈ സെയിം ഗോൾഡ് ഫിഷ്, ഇഫ് യു ട്രൈ ടു പുട്ട് ഇറ്റ് ഇൻ എ ലേക്ക് ഓർ പോണ്ട്, ദിസ് ഫിഷ് ക്യാൻ grow up to, I think it can grow up to like 12 or 13 inch. അത്രയും കൂടി ലോങ് ആവാം, ബിഗ് ആവാം. പക്ഷെ ഇതേ എന്താ പറയാ ഗോൾഡ് ഫിഷിനെ നമ്മളൊരു ചെറിയ ഗ്ലാസ് ബോളിൽ ഇടുമ്പോ ഇതിന് നമ്മൾ നോക്കുമ്പോ 2 ആഴ്ച 3 ആഴ്ച ജീവിക്കുന്ന പോലെ ഉള്ളൂ. അതെന്തുകൊണ്ടാ? അതിന്റെ സറൗണ്ടിങ് അതിനോട് പറയാണ്, ദിസ് ഇസ് വേർ യു ആർ ആൻഡ് യു കാൺട്ട് ഗ്രോ ഔട്ട് ഓഫ് ഇറ്റ്. ഇവിടെ തന്നെ നിൽക്ക്, എങ്ങോട്ട് പോകുന്നേ? ആ ഒരു ലൈനാണ്. ഐ തിങ്ക് എവ്രി വൺ ഹാവ് ഹേർഡ് ഇറ്റ് ഇൻ ദർ ലൈഫ്. പ്രത്യേകിച്ച് നമ്മളെ നാട്ടിൽ ജീവിക്കുന്നവരാണെങ്കിൽ നമ്മളോട് എപ്പോഴും പറയും നിലയ്ക്ക് നിൽക്ക്, അല്ലെങ്കിൽ നമ്മളെ എങ്ങോട്ടാ നീ പൊന്തി പൊന്തി പോകുന്നേ, അണ്ടർസ്റ്റാൻഡ് യുവർ ബേസ് ആൻഡ് സ്റ്റേ ദർ നമ്മളോട് എപ്പോഴും പറയും. പക്ഷെ ഇറ്റ്സ് നോട്ട് ദാറ്റ്. വെൻ നമ്മൾ പിൻട്രസ്റ്റിലോ അല്ലെങ്കിൽ മോട്ടിവേഷൻ വാൾപേപ്പേഴ്സിലോ കാണും സ്കൈ ഇസ് ദ ലിമിറ്റ്. ആക്ച്വലി സ്കൈ ഇസ് ദ ലിമിറ്റ്. കാരണം നമ്മളെ കൊണ്ട് നേടാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് ഈ ലോകത്ത്. പക്ഷെ ആർ വി യൂട്ടിലൈസിങ് എവ്രി ഔൺസ് ഓഫ് ഇറ്റ്? നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ സ്കിൽസും നിങ്ങൾ ടു ദ മാക്സ് ആണോ യൂട്ടിലൈസ് ചെയ്തേക്കുന്നത്? ആർ യു ജസ്റ്റ് സിറ്റിംഗ് ആൻഡ് സേയിങ്, ഓ ഐ ഡിഡ്ന്റ് ഗെറ്റ് ദാറ്റ്, ഐ ഡിഡ്ന്റ് ഗെറ്റ് ദിസ്? ഇസ് ഇറ്റ് ഓൾവേസ് കംപ്ലെയിൻസ്, എക്സ്ക്യൂസസ്, ഓർ ഇത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ആണെങ്കിൽ യു ഹാവ് ടു ചേഞ്ച്. നിങ്ങളുടെ മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോഗ്രസ്സിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് നേടാൻ പറ്റും. സോ there's a lot of motivation brimming inside me, പക്ഷേ this is what I wanted to convey to you people. So thank you so much. And ഈ ലോങ് വീഡിയോ കണ്ട് ക്ഷമയോടെ ഇരുന്ന each one of you, thank you so much. And if you like my video, നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് പറയാണ്ട്, അല്ലെങ്കിൽ ഞാനിപ്പം പറഞ്ഞ എക്സ്പീരിയൻസസിൽ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വല്ല എക്സ്പീരിയൻസസ് ഉണ്ടെങ്കിൽ, അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ ജോലികളിൽ ഏതെങ്കിലും ഒരു എങ്ങനെയാണ് ഒരു ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യുന്നത്, I can always be a help for each one of you. You just need to reach out to me. Yeah, that's all. And the LinkedIn ID and താഴെ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. You guys can connect with me. So thank you so much. Have a beautiful day.